വാഗ്ദത്തത്തിലേക്കുള്ള മടങ്ങിവരവ് എന്ന വിഷയമാണിന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ കർത്താവ് നിയോഗം നൽകുന്നത്. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 32-33 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവരെഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി, അല്ലെങ്കിൽ മടങ്ങിപ്പോന്നു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഈ 2 വാക്യങ്ങൾ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നും വാഗ്ദത്തത്തിലേക്കുള്ള മടങ്ങിവരവ് എന്ന വിഷയത്തിൽ ഈ 2 വാക്യങ്ങളുടെ പ്രാധാന്യത എന്ത് എന്നും മനസ്സിലാക്കേണ്ടതിന് നമ്മൾ ഈ എടുത്ത വേദഭാഗത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ ജിജി മോഹൻ പാസ്റ്റർ വായിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ബൈബിൾ ഉള്ളവർ ആ ബൈബിളിൽ നോക്കണം. ലൈവ് ചാറ്റിൽ ഇന്ന് ആരെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തവർ ആ വാക്യം അതിൽ പേസ്റ്റ് ചെയ്ത് പോകണം. കാരണം ഇതൊരു സംഭവമാണ്. ഈ സംഭവം നമുക്ക് പിടികിട്ടാതെ പോയാൽ വാഗ്ദത്തത്തിലേക്കുള്ള മടങ്ങിവരവ് എന്താണെന്ന് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് ആ സംഭവം കർത്താവിൻ്റെ ദാസൻ എന്ന് വായിക്കാൻ പോവുകയാണ്. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ ഉള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇതാണ് ഈ സംഭവം. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ. എന്താണ് ഈ അന്നു തന്നെ എന്ന് എഴുതിയിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്നേ ദിവസം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വലിയ ബോധ്യങ്ങളില്ലാതെ ആ ദിനത്തിൽ 2 വ്യക്തികൾ ജെറുസലേമിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നു. നമുക്കറിയാം, ജെറുസലേം എന്ന് പറയുന്ന
പട്ടണം ഒരു ഉയർന്ന മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത മുകളിൽ എന്നതുപോലെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. അതിന് ചുറ്റുപാടുമുള്ള എമ്മാവൂസ്, എരിഹോ, ശമരിയ തുടങ്ങിയ പട്ടണങ്ങളെല്ലാം താഴ്ന്ന ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്ന് എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ 7 മൈൽ ദൂരമുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. 7 മൈൽസ് എന്ന് പറയുമ്പോൾ 11 കിലോമീറ്റർ ആണ്. 11 കിലോമീറ്റർ ദൂരം 2 പേർ യാത്ര ചെയ്യുന്നു. ഇവരുടെ യാത്രയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജെറുസലേമിൽ നടന്നതായ ഒരു സംഭവത്തെ ചൊല്ലിയാണ് ഈ 2 വ്യക്തികൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർഗ്യുമെന്റേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരൊന്നിച്ച് നടന്നു നീങ്ങുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ 1-2 കാര്യങ്ങളുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നതായ അതിശക്തമായ ആത്മീക സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരാണ് യെരൂശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന ഈ 11 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്യുന്ന ഈ 2 വ്യക്തിത്വങ്ങൾ? അതിലൊരാളുടെ പേര് 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ. അതിലൊരാളുടെ പേര് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ക്ലെയോപ്പാവ് എന്നാണ്. എന്നാൽ ക്ലെയോപ്പാവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന 2-ാമത്തെ വ്യക്തിയുടെ പേര് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പെരുമാറ്റത്തിലൂടെയും കോൺവെർസേഷനിലൂടെയും ആറ്റിറ്റ്യൂഡിലൂടെയും ആ വ്യക്തി ആര് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായ മറിയമാണ്. നമ്മൾ പൊതുവെ പറയുമ്പോൾ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് കർത്താവിൻ്റെ 2 ശിഷ്യന്മാർ യാത്ര ചെയ്തു എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. പക്ഷേ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളിൽ അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. അതിലെ ഒരു വ്യക്തിയായിരുന്നു മഗ്ദലക്കാരത്തിയായ മറിയ തുടങ്ങിയ സഹോദരിമാർ. അതിൽ ക്ലെയോപ്പാവിൻ്റെ ഭാര്യയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായ മറിയവും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിനൊരു തെളിവ് വേണമല്ലോ. ക്ലെയോപ്പാവിന് ഭാര്യയുണ്ടോ എന്നുള്ള കാര്യം ആദ്യം അറിയണമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും, യേശുവിൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും, വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. അപ്പോൾ ക്ലെയോപ്പാവിന് ആരുണ്ടായിരുന്നു? ഭാര്യ ഉണ്ടായിരുന്നു. ക്ലെയോപ്പാവിൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? മറിയ എന്നായിരുന്നു. ഇവിടെ ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്നത് ക്ലെയോപ്പാവാണെന്ന് വ്യക്തമായി. പക്ഷെ ക്ലെയോപ്പാവിൻ്റെ കൂടെ നടക്കുന്ന 2-ാമത്തെ കഥാപാത്രം ആരെന്ന് പേരെഴുതിയിട്ടില്ലെങ്കിലും സാഹചര്യത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഈ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെയും വളരെ വ്യക്തമാണ് അത് തൻ്റെ ഭാര്യയാണ് എന്നുള്ളത്. ഇനി അതിലും ആഴമേറിയ തെളിവുകളുണ്ട്. ഇവര് തമ്മിൽ ഒന്നിച്ച് നടക്കുമ്പോൾ ഭയങ്കര വഴക്കുണ്ടാക്കിക്കൊണ്ടാണ് പോയത്. തമ്മിൽ തർക്കിച്ചും വാദിച്ചും കൊണ്ടൊക്കെയാണ് പോയത്. പിന്നെ ഇവരുടെ വീടിനോടടുത്ത സമയത്ത് അവർ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പ്രൈസ് ഗോഡ്, ഞങ്ങളുടെ കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അപ്പം നിർബന്ധമായും ഞങ്ങളുടെ കൂടെ ഇന്ന് പാർക്കണം, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഫാമിലി, അതൊരു കുടുംബമാണ്. ഒരുപാട് തെളിവുകളുണ്ട്. ഇനി ഇത് ക്ലെയോപ്പാവിൻ്റെ കൂടെ നടക്കുന്നത് ഒരു സ്ത്രീ കഥാപാത്രം തന്നെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന 22-ാമത്തെ വാക്യം. 2-ാമത്തെ വ്യക്തിത്വം ക്ലെയോപ്പാവല്ല, ക്ലെയോപ്പാവിൻ്റെ കൂടെ നടക്കുന്ന 2-ാമത്തെ വ്യക്തി പറയുന്ന ഒരു വാക്കാണിത്: ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി. 24-ാമത്തെ വാക്യത്തിലും പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു, സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അപ്പം എൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാരികൾ, എൻ്റെ സഹപ്രവർത്തകരായ സഹോദരിമാർ കല്ലറയ്ക്കൽ ചെന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരികൾ രാവിലെ കല്ലറയ്ക്കൽ പോയി എന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തമാണ്, അതൊരു സ്ത്രീ കഥാപാത്രമാണ്.
അതിലും വ്യക്തമാണ് അത് ക്ലയോപ്പാവിൻ്റെ ഭാര്യയാണ്. ഇങ്ങനെ അവ്യക്തത തെല്ലുമില്ലാത്ത വളരെ വ്യക്തമായ ഒരു വിഷയമാണ് രണ്ടാമത്തെ വ്യക്തി ആര് എന്നുള്ളത്. അങ്ങനെ ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും ജെറുസലേം എന്ന പട്ടണം വിടുന്നു. ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് അവർ പോകുന്നു. നമുക്കറിയാം, പട്ടണങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് പല കാര്യങ്ങളിലും. പലപ്പോഴും പട്ടണം എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള സ്ഥലമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ക്വയറ്റ് പ്ലേസുകളാണത്. കുറച്ചും കൂടെ നമുക്കെല്ലാം ഇഷ്ടം അങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടുത്തെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. ആ പട്ടണത്തിൽ നിന്ന് അവർ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഉയർച്ചയിൽ നിന്ന് അവർ താഴ്ചയിലേക്ക് പോകുന്നു. പ്രത്യാശയിൽ നിന്ന് അവർ നിരാശയിലേക്ക് പോകുന്നു. വിദ്യാസമ്പന്നരായ ജനം താമസിക്കുന്ന പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. സമൃദ്ധിയുടെ ഇടമായ ജെറുസലേമിൽ നിന്ന് എമ്മോസിന്റെ പരിമിതികളിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ ആലയമുള്ള ആരാധന കേന്ദ്രമായ ജെറുസലേമിൽ നിന്ന് സ്തോത്രം ആലയങ്ങളൊന്നുമില്ലാത്ത എമ്മൗസിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. എന്താണ് ഇവരുടെ ഈ മടങ്ങിപ്പോക്കിൻ്റെ കാരണം? എന്താണ് അവരുടെ പ്രശ്നം? ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരിൽ ഒരു പിന്മാറ്റം സംഭവിച്ചു. ആരിലെന്ന് വ്യക്തമായി ചോദിച്ചാൽ ക്ലയോപ്പാവിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. തുടർന്ന് ഈ ഭാഗം ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമാകും. ആ പിന്മാറ്റത്തിൽ നിന്നും ആ നിരാശയിൽ നിന്നുമാണ് ഇവർ ജെറുസലേം എന്ന പട്ടണം വിട്ടുപോകുന്നത്. നമുക്കറിയാം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ അന്നാണ് ഈ തീരുമാനമെടുത്ത് ഇവരുടെ ആ എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് ഇവർ പോകുന്നത്. യേശു ഉയർത്തു എന്നുള്ള യാഥാർത്ഥ്യവും സത്യവും വ്യക്തിപരമായി ആഴമായി ക്ലയോപ്പാവ് മനസ്സിലാക്കാതെ കർത്താവിൻ്റെ ക്രൂശീകരണവും യേശു കർത്താവ് അനുഭവിച്ച സഹനങ്ങളും പീഡകളും കണ്ട് മനസ്സ് തകർന്നാണ് ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. അത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരറിയാതെ അവരുടെ കൂടെ ചേർന്ന് നടന്ന് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്കൊക്കെ വരുന്നു. സ്തോത്രം. കർത്താവ് ചോദിക്കുമ്പോൾ ക്ലയോപ്പാവ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പാസ്റ്ററെ, അവിടെ അതൊന്ന് വായിക്കാമോ? ഹല്ലേലൂയ. അതിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. ഇതാരാ ചോദിച്ചത്? ഇത് ചോദിച്ചത് യേശു കർത്താവാണ്. യേശു കർത്താവ് അവരറിയാതെ അവരോടൊപ്പം ചേർന്ന് നടന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഈ വഴി നടന്ന് ഈ വഴിയിലൂടെയൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ട് പോകുന്ന എന്താ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നിങ്ങളുടെ വിഷയം എന്താ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, അവർ വാടിയ മുഖത്തോടെ നിന്നു. നിങ്ങൾ കണ്ടോ ആ വാക്ക്? അവർ വാടിയ മുഖത്തോടെ നിന്നു. എന്താണ് അവരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ആ സന്തോഷമില്ലായ്മയുടെ കാരണം ക്ലയോപ്പാവാണ് പറഞ്ഞത് 18-ാമത്തെ വാക്യത്തിൽ. യെരുശലേമിൽ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നോ? ജെറുസലേമിൽ ഒരു സംഭവം നടന്നത് താങ്കൾ അറിഞ്ഞില്ലേ? എന്താണ് ആ സംഭവം? ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവൻ പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. പ്രവൃത്തിയിലും വാക്കിലുമൊക്കെ അതിശക്തനായിരുന്ന ഒരുവൻ ഈ ജെറുസലേമിൽ ഉണ്ടായിരുന്നു, ഇസ്രായേലിൽ ഇവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ചുള്ള വിഷയത്തിലാണ് ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത്. അത് എന്താണ് യേശുവിന് സംഭവിച്ചത്? 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്തോത്രം, നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു. ഇതാണ് സംഭവം. ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. കാരണം ഈ ഓൺലൈൻ സർവീസ് കാണുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ വളരെ ആഴമായ വചന വെളിപ്പാടുകളൊക്കെ ഇല്ലാത്ത വളരെ സാധുക്കളായ ഒത്തിരി സഹോദരങ്ങൾ ഇത് കാണുന്നുണ്ട്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഈ സംഭവം എന്തെന്നൊന്ന് വ്യാഖ്യാനിച്ചത്. ഇനി ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കുള്ള ദൈവികമായ സന്ദേശത്തിലേക്ക് ഞാൻ വരുന്നു. ജെറുസലേം എന്ന പട്ടണത്തിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്കും, പ്രത്യാശയിൽ നിന്ന് നിരാശയിലേക്കും, ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്കും, സമൃദ്ധിയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്കും,
വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിൽ നിന്ന് വഴക്കിലേക്കും നിരാശയിലുമൊക്കെ ഇവർ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവെഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു താനും അവരോട് കൂടെ ചേർന്ന് നടന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തുനിന്നൊരു ചിന്ത എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, പലപ്പോഴും മനുഷ്യർ നമ്മളോട് ചേർന്ന് നടക്കാൻ വരുന്ന എപ്പോഴാണെന്നറിയാമോ? പലപ്പോഴും മനുഷ്യർ നമ്മളോട് കൂടെ ചേർന്ന് നടക്കാൻ വരുന്നതും ബന്ധങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രകീർത്തിക്കുന്നതുമൊക്കെ താഴ്ചയിൽ നിന്ന് നമ്മൾ ഉയർച്ചയിലേക്ക് പോകുമ്പോഴാണ്, തകർച്ചയിൽ നിന്ന് നന്മയിലേക്ക് പോകുമ്പോഴാണ്, ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് പോകുമ്പോഴാണ്. വാരി എറിയാൻ ലക്ഷക്കണക്കിന് പണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധമൊക്കെ പറയാൻ ആരൊക്കെ വരുമെന്നറിയാവോ? ദേണ്ടേ ആ നാഷണൽ ഹൈവേയുടെ ആ MC റോഡിൻ്റെയൊക്കെ സൈഡിൽ വലിയൊരു ബംഗ്ലാവും വീടും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ചുമ്മാ കാറേ പോകുന്നവൻ ഒരു ബന്ധമില്ലെങ്കിലും ഗ്ലാസ് താത്ത് കൈ ചൂണ്ടി കാണിക്കും, അതെൻ്റെ അമ്മാച്ചൻ്റെ അങ്കിളിൻ്റെ മോനാന്നൊക്കെ ബന്ധങ്ങളൊക്കെ പറയും. പക്ഷേ അരനാഴി അരിക്കു വകയില്ലാതെ പൊട്ടിച്ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിനകത്ത് കിടക്കുമ്പോൾ, തകർച്ചയുടെ പടുകുഴിയിൽ മൂക്കുകുത്തുമ്പോൾ ആരും നിങ്ങളെ സഹായിക്കാൻ വരില്ല പ്രിയപ്പെട്ടവരെ. ആരും ബന്ധങ്ങൾ പറയാൻ വരില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ, വേദനകളുടെ, പ്രതിസന്ധികളുടെ, കൈപ്പേറിയ അനുഭവങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരുവനേ ഉള്ളൂ. അന്നും ഇന്നും വീട് നോക്കാതെ, പണം നോക്കാതെ, കഴിവ് നോക്കാതെ, നിന്റെ തകർന്ന ഹൃദയം കണ്ടുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരുവനേ ഉള്ളൂ. അതിന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവാണ്. അതനുഭവിച്ചവരാണ് ഇന്ന് പലരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു താനും അവരുടെ കൂടെ ചേർന്ന് നടന്നു. ആ ചേർന്ന് നടന്നു എന്നുള്ള ഭാഗത്തു നിന്നൊരു സത്യം ഞാൻ വ്യക്തമാക്കുകയാണ്. ഇവർ രണ്ടുപേരും വളരെ നിരാശരാണ്, വളരെ ഡിപ്രസ്ഡ് ആണ്. എന്താണ് ഇവരുടെ മുഖം വാടിയിരുന്നത്? ആ മുഖം വാടിയിരുന്നു എന്നുള്ള വാക്ക് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ആ മുഖം വാടിയിരിക്കുന്നെന്ന് പറയുന്നത് മനസ്സിന് സന്തോഷമില്ലാത്തതാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് പ്രതിബിംബിക്കും, അല്ലെങ്കിൽ പ്രതിധ്വനിക്കും. നമ്മുടെ മനസ്സിൽ ഭയങ്കര പ്രയാസമാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മുഖത്ത് ഒരു സന്തോഷം കാണത്തില്ല. പിന്നെ അഭിനയ ചിരികളും അഭിനയ സന്തോഷങ്ങളും ഒക്കെ പ്രകടമാക്കാനേ പറ്റത്തുള്ളൂ. ഇവരുടെ മുഖം ഭയങ്കരമായിട്ട് വാടിയിരുന്നു. അതുപോലെ ഹൃദയവേദന അവർക്കുണ്ടായിരുന്നു. എന്താണ് അവരുടെ ഹൃദയവേദനയുടെ കാര്യം എന്നറിയാമോ? യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഈ കുടുംബം ഒന്നിച്ചുണ്ടായിരുന്നു. യേശുവിനെ അവർ അനുഗമിച്ചവരാണ്. നമ്മൾ യോഹന്നാൻ 19 വായിച്ചത് എന്താ? കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വരെ ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഗത്സമനയൊക്കെ വെളിപ്പെട്ടപ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ടതെല്ലാം ഓടിക്കളഞ്ഞു. യൂദ ഉൾപ്പെടെ വിട്ടുകളഞ്ഞു. കർത്താവിനെ എന്താ പറയുക, വെള്ളിക്കാശിന് ഒറ്റി കൊടുത്ത്, 30 വെള്ളിക്കാശിന് ഒറ്റി കൊടുത്ത് കെട്ടി ഞാന്ന് ചത്തു. പത്രോസ് ആണെങ്കിൽ ഒരു കൊച്ചു പെൺകൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് വരെ ഞാനവനെ കണ്ടിട്ട് പോലുമില്ല, അറിയത്തു പോലും ഇല്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗിയെ ചിറങ്ങിപ്പോയി. പക്ഷേ ഈ ക്ലെയോപ്പാവിൻ്റെ ഭാര്യ എവിടെ ഉണ്ടായിരുന്നു? ഇത്രയും വലിയ പ്രതിസന്ധി നടക്കുമ്പോൾ, കഷ്ടത നടക്കുമ്പോൾ, യേശുവിൻ്റെ അമ്മയായ മറിയം, ആ മറിയത്തിനോടൊപ്പം ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായ മറിയം ഉണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ 19:25 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അവർ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഇന്ന് എത്ര കുടുംബങ്ങൾ അങ്ങനെയുള്ളവർ ഈ സർവീസിൽ യേശുവിനെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ എന്നെ കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നന്മ തന്നപ്പോൾ മാത്രമല്ല, ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം. ചിലർ പറയാറുണ്ട്, എൻ്റെ ദൈവം എന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അധികം അത്ഭുതകരമായി അല്ലല്ല, പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായ സാഹചര്യങ്ങളും നന്മകളും വെളിപ്പെട്ടപ്പോൾ മാത്രമല്ല, പീഡകളുടെയും സഹനങ്ങളുടെയും അടികളുടെയും നിന്ദകളുടെയും പഴികളുടെയും ക്രൂശിൻ്റെയും ചുവട്ടിൽ വരെ കർത്താവിനെ സ്നേഹിക്കുന്ന ഹൃദയം ഉള്ള മറിയമാർക്കായി, ക്ലെയോപ്പാവിൻ്റെ ഭാര്യമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, സഹോദരങ്ങളെ, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വരെയും വരാനുള്ള ആ ബന്ധവും സ്നേഹവും ആ കുടുംബത്തിന് കർത്താവിനോടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പ്രയാസം എന്നാണെന്നറിയോ?
അവരുടെ പ്രയാസം അവരങ്ങ് മനസ്സ് തുറന്നേ. ഈ മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ പല ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ മനസ്സ് തുറക്കുകയില്ല, മനസ്സിൽ വെച്ച് പെരുമാറും. പക്ഷെ ആ കുടുംബം കർത്താവിനോടങ്ങ് മനസ്സ് തുറന്നേ. അവർ പറയുകയാണ്, ഞങ്ങളെ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു. ഞങ്ങൾ യേശു അന്ധൻ്റെ കണ്ണ് തുറക്കുമ്പോൾ, ചെകിടൻ്റെ ചെവി കേൾപ്പിക്കുമ്പോൾ, ഊമരെ സംസാരിപ്പിക്കുമ്പോൾ, മരിച്ചവരെ ഉയർപ്പിക്കുമ്പോൾ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുമ്പോൾ, വലിയ മിറക്കിളുകൾ, വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളങ്ങ് കൺഫേം ചെയ്തായിരുന്നു അവനാ മശിഹ, അവനാണ് ദൈവമെന്ന് ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. പക്ഷേ ഞങ്ങളുടെ ചിന്തകൾക്കും ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും വിപരീതമായി മഹാപുരോഹിതന്മാർ അവനെ പിടിച്ചു. അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്നുള്ള ആശ ഞങ്ങളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആശയ്ക്ക് വിരോധമായി, ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായ ഒരു സംഭവം നടന്നു. അവനെ ക്രൂശിച്ച് അവർ കൊന്നുകളഞ്ഞു. അവനെ കല്ലറയിൽ അടക്കി. അവൻ്റെ അടക്കം കഴിഞ്ഞിട്ട് ഇന്ന് 3 ദിവസമാകുന്നു എന്നാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് അവൻ ആരെന്നറിയാതെ ഇവർ സംസാരിച്ചത്. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കുടുംബത്തിൻ്റെ മുഖം വാടിയതിൻ്റെ കാരണം എന്താണ്? ഇവർ നിരാശപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഇവർ ജെറുസലേം എന്ന പട്ടണം വിട്ടതിൻ്റെ കാരണം എന്താണ്? ഡിപ്രഷൻ, നിരാശ. ആശിച്ച കാര്യം നടന്നില്ല, പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചില്ല. ഇന്നത്തെ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഈ സർവീസ് കാണുന്ന ചില പ്രിയപ്പെട്ടവരോടാണ് ദൈവം ഈ ഭാഗത്തിലൂടെ സംസാരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യം പ്രതീക്ഷിച്ച സമയത്ത് നടക്കാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മുഖം വാടുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യം നിങ്ങളിൽ സംഭവിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ നിരാശരായിത്തീരുന്നത്. അങ്ങനെയാണ് പലരും ആത്മഹത്യ ചെയ്തത്, അങ്ങനെയാണ് പലരും ജീവൻ ഒടുക്കിയത്, അങ്ങനെയാണ് പലരും ഡിപ്രസ്ഡ് പേഷ്യൻ്റായി സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരായിട്ടൊക്കെ മാറിയത്. എന്നാൽ ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആശിച്ച കാര്യം ആശിച്ച സമയത്ത്, നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യം പ്രതീക്ഷിച്ച സമയത്ത് നടന്നില്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം നിങ്ങളല്ല അതിനെ നടത്താൻ പോകുന്നത്. നിങ്ങളെ വിളിച്ച കർത്താവ്, നിങ്ങളെ വേർതിരിച്ച കർത്താവ്, നിങ്ങൾ ആരെയാണോ അനുഗമിച്ചത്, നിങ്ങൾ ആരെയാണോ ആശ്രയിച്ചത്, നിങ്ങളുടെ ആരുടെ ക്രൂശിന്റെ ചുവട്ടിലാണോ ഈ നിമിഷം വരെയും നോക്കിയിരുന്നത്, ആ കർത്താവ് നിങ്ങളെ മറന്നു കളയത്തില്ല എന്ന സത്യം ആത്മാവിൽ തിരിച്ചറിയുന്ന ഒറ്റ വ്യക്തികൾ ഒരു സാഹചര്യത്തിലും നിരാശപ്പെടരുത്. ഒറ്റ സാഹചര്യത്തിലും നിരാശപ്പെടരുത്. കാരണം നിരാശ വരില്ല എന്നല്ല, പ്രയാസം ഉണ്ടാകത്തില്ലെന്നല്ല. കർത്താവിൻ്റെ കൂടെ നടന്ന കുരിശിന്റെ ചുവട്ടിൽ വരെ നിന്ന ക്ലയോപ്പാവും കുടുംബവും വരെ നിരാശപ്പെട്ടു പോയല്ലോ, വിഷമിച്ചു പോയല്ലോ. പക്ഷെ ഒരു സത്യം ഇവിടെയുണ്ട്, അങ്ങനെ കർത്താവ് വിട്ട് കളയില്ല. അവനെ അനുഗമിച്ചവരെ, അവനിൽ ആശ്രയിച്ചവരെ അവൻ ഒരിക്കലും മറന്നു കളയത്തില്ല. ഞാനിവിടെ ഒരു സംഭവം കൂടെ അതുമായിട്ടൊന്ന് ചേർത്തിണക്കുക കേട്ടോ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റേൻ്റെ അന്നാണ് ഈ സംഭവം. ആ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിന് 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. അതിൽ യൂദ മരിച്ചതോടെ 11 പേർ വേറെയുണ്ട്. മറ്റ് ചില പ്രിയപ്പെട്ടവരോട് ഒരുപാട് പേർക്ക് കർത്താവിന് പ്രത്യക്ഷമാകാനുണ്ട്. അനേക കാര്യങ്ങൾ യേശുവിനെ തെളിവായി കാണിക്കുവാനുണ്ട്. എൻ്റെ ചിന്തയിലും എൻ്റെ പ്രസംഗ ഭാഷയിലും പറഞ്ഞാൽ, യേശു കർത്താവ് തൻ്റെ പ്രോഗ്രാം എല്ലാം മാറ്റിവെച്ച്, തൻ്റെ പ്രോഗ്രാംസ് എല്ലാം, ഷെഡ്യൂളെല്ലാം ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റേൻ്റെ അന്ന് ആ ഡേയിൽ തന്നെ 11 കിലോമീറ്റർ ഇവരുടെ കൂടെ യേശു നടന്നു. അവരുടെ ഒപ്പം കർത്താവ് നടന്നു. 11 കിലോമീറ്റർ നടക്കാൻ ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണ്ടേ? യേശു അവരുടെ കൂടെ സമയം ചെലവഴിച്ചു. അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ അവരുടെ ക്ഷണപ്രകാരം ചെന്ന് അവരുടെ ഭക്ഷണമേശയിൽ അവരോടൊപ്പം ഇരുന്ന് ഫുഡ് എടുത്ത് കർത്താവ് നുറുക്കി അവർക്ക് കൊടുത്തു. എത്ര സമയം ആ കുടുംബത്തോട് ചെലവഴിച്ചെന്നറിയാവോ? നിരാശപ്പെട്ടു പോയ, പിന്മാറ്റത്തിൽ പോയ ആ കുടുംബത്തെ യേശു മടക്കിക്കൊണ്ട് വരുന്നത് വരെ, അവരെ തിരിച്ച് ഇസ്രായേലിൽ ജെറുസലേമിൽ എത്തിക്കുന്നത് വരെ യേശു കർത്താവ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം വളരെ വ്യക്തമല്ലേ?
യേശു കർത്താവ് എല്ലാ പ്രോഗ്രാമും മാറ്റി, എല്ലാ ഷെഡ്യൂളുകളും മാറ്റി അവരുടെ കൂടെ പോയതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. പ്രതിസന്ധി വന്നപ്പോൾ, കഷ്ടത വന്നപ്പോൾ, പ്രതികൂലം വന്നപ്പം എല്ലാവരും തന്നെ വിട്ട് മറന്ന് ഓടിക്കളഞ്ഞപ്പോൾ യേശു കർത്താവിൻ്റെ പ്രതിസന്ധിയിലും വേദനയിലും കഷ്ടതയിലും കർത്താവിൻ്റെ ഒപ്പം നിന്ന കുടുംബമാണ് ക്ലയോപ്പാവും ഭാര്യയും. ആ ക്ലയോപ്പാവിൻ്റെ ഭാര്യ കുരിശിൻ്റെ ചുവട്ടിൽ വരെയും ഉണ്ടായിരുന്നു. കർത്താവിനത് കാണാം. തൻ്റെ അമ്മ മറിയം ഇരുന്ന് കരയുന്ന സാഹചര്യത്തിൽ ആ മറിയത്തെ ഒരുപക്ഷെ എൻ്റെ ഇമാജിനേഷനാണ് ചേർന്ന് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നതായ ക്ലയോപ്പാവിൻ്റെ ഭാര്യയെ യേശുവിനെ കാണാം. കർത്താവിനൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വേദനയുടെ നടുവിൽ, എൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ, ഞാൻ പീഡകൾ അനുഭവിക്കുന്നതിൻ്റെ നടുവിൽ എൻ്റെ ഒപ്പം നിന്ന ഒരു വ്യക്തിക്ക്, എൻ്റെ ആവശ്യങ്ങളിൽ എൻ്റെ ഒപ്പം നിന്നൊരു വ്യക്തിക്ക് ഒരു പ്രയാസം വന്നാൽ, ഒരു വേദന വന്നാൽ, ഞാൻ എൻ്റെ പ്രോഗ്രാം എല്ലാം മാറ്റും, ഞാൻ എൻ്റെ ഷെഡ്യൂളെല്ലാം ചേഞ്ച് ചെയ്യും, ഞാൻ ആ വ്യക്തിയുടെ കൂടെ നിൽക്കും, ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ശുശ്രൂഷ കൊണ്ടോ സ്നേഹം കൊണ്ടോ കർത്താവിന് വേണ്ടിയോ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും താങ്കൾ ചെയ്തിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു പാട്ട് പാടുകയോ, ഒരു ട്രാക്റ്റ് കൊടുക്കുകയോ, സുവിശേഷം അറിയിക്കുകയോ, ദശാംശം കൊടുക്കുകയോ, കർത്താവിൻ്റെ വേലയെ സഹായിക്കുകയോ, ദൈവഭൃത്യന്മാർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയോ, ആമീൻ സഭയ്ക്ക് വേണ്ടിയോ ആമീൻ ദേശത്തിന് വേണ്ടിയോ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയോ, എന്തെങ്കിലും കർത്താവിന് വേണ്ടിയും അവൻ്റെ രാജ്യത്തിന് വേണ്ടിയും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. നിന്റെ ആവശ്യങ്ങളിൽ കർത്താവ് നിന്നെ മറക്കത്തില്ല. ദൈവസഭയെ പണിതവൻ്റെ വീടിനെ ദൈവം പണിയും. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിന്നവനെ ദൈവം സഹായിക്കും. അവൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും അവൻ്റെ നാമത്തോട് കാണിച്ച മര്യാദകളും മറന്നു കളയാൻ അവൻ അനീതിയുള്ളവനല്ല എന്ന് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയുക. ക്ലയോപ്പാവേ, ഭാര്യ മറിയമേ, യേശു നിങ്ങളുടെ കൂടെ നടക്കും. നിങ്ങളറിയാതെ നിങ്ങളുടെ ഒപ്പം നിൽക്കും. യേശു നിങ്ങളുടെ വീട്ടിൽ വരും. കാരണം അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വരെയും അവൻ്റെ ശിഷ്യന്മാർ വരെ അവനെ വിട്ട് ഓടിക്കളഞ്ഞ സാഹചര്യത്തിലും നിങ്ങൾ ഒപ്പം നിന്നവരാണ്. അവൻ മറക്കില്ലാതെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തൻ്റെ ദാസന്മാർക്ക് വേണ്ടി, തൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തത് മറക്കാത്ത, ഹാലലി ഇത്ര ഓർമ്മയുള്ള, ഓർത്തിരുന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവിനെ ആ കൈകളൊന്ന് ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? വാസ്തവത്തിൽ ഇന്ന് വാഗ്ദത്തത്തിലേക്കുള്ള മടങ്ങി വരവ് എന്ന വിഷയത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇവരൊരു ശരിക്കും പറഞ്ഞാൽ നിരാശപ്പെട്ട് ഇവർ പ്രതീക്ഷിച്ച കാര്യം നടക്കാത്ത കാരണം കൊണ്ട് ഇവരെല്ലാം വിടുകയാണ്. എല്ലാം വിട്ട് ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് കർത്താവ് അവരുടെ കൂടെ നടന്ന് അവരെ റെസ്റ്റോർ ചെയ്യുകയാണ്. യേശു അവരെ മടക്കിക്കൊണ്ടുവരുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാനായി ദൈവവചനം അവർക്ക് പങ്കുവെച്ച് അവരെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അവർ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ യേശു ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ, അവരുടെ കൂടെ നടന്നത് കർത്താവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അവൻ വഴിയിൽ വെച്ച് നമ്മോട് തിരുവെഴുത്തുകളെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ പറഞ്ഞതിൻ്റെ കാരണം, വചനം കൊടുത്ത്, ദൈവശക്തി കൊടുത്ത്, ആശ്വാസം കൊടുത്ത്, സമാധാനം കൊടുത്ത് യേശു ആ കുടുംബത്തെ തിരിച്ചു പിടിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തിത്വങ്ങളോടും, ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടുമല്ല, കർത്താവിനെ സ്നേഹിക്കുന്നവരോട്, തൻ്റെ നാമത്തിനും തൻ്റെ വചനത്തിനും വില കൊടുത്തു നിൽക്കുന്നവരോട്, യേശുവിനോട് സ്നേഹമുള്ളവരോട് ഞാൻ പറയട്ടെ, എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോയാലും കർത്താവ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കും. ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കും. ദൈവം നിങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക്, നിങ്ങളുടെ വാഗ്ദത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അതിന് അവൻ നടക്കാൻ തയ്യാറാണ്, അതിന് അവൻ ഓടാൻ തയ്യാറാണ്, അതിനവൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്, അതിന് അവൻ ആകാശം ചായിച്ച് ഇറങ്ങി വരാൻ തയ്യാറാണ്. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതാണ് ഹോശേയയുടെ പ്രവചന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ അവരുടെ പിന്മാറ്റത്തെ
ചികിത്സിച്ച് സൗഖ്യമാക്കും. ക്യാൻസറും ട്യൂമറും മാത്രമല്ല യേശു സൗഖ്യമാക്കുന്നത്. അസ്ഥിയുടെ വേദന, തലവേദന, കാഴ്ചക്കുറവ്, കേൾവിയില്ലായ്മ മാത്രമല്ല യേശു സൗഖ്യമാക്കുന്നത്. ഇന്ന് ഈ സർവീസ് കാണുന്നവർ തിരിച്ചറിയുക, ചില പിന്മാറ്റങ്ങളെ അവൻ ചികിത്സിച്ച് സൗഖ്യമാക്കും. ജീവിതത്തിൽ എവിടെങ്കിലും പ്രാർത്ഥനയിൽ നിന്നോ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നോ ഈ പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ നിമിത്തം, നിങ്ങൾ പ്രതീക്ഷിച്ചത് ചിലത് നടക്കാത്തത് നിമിത്തം, നിങ്ങൾ ആശിച്ച കാര്യം സംഭവിക്കാത്തത് നിമിത്തം, നിങ്ങളുടെ ഹൃദയത്തിലെ പ്രയാസം നിമിത്തം, നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്ന നിമിത്തം ദൈവത്തിൽ നിന്ന് പുറകിലേക്ക് പോയെങ്കിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറകിലേക്ക് പോയെങ്കിൽ, പരിശുദ്ധാത്മാവ് ഹോശേയയുടെ പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവരോട് പറയുന്നു, മോനെ മോളെ, ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഇന്ന് പകൽ എത്ര പേർ കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് അങ്ങനെ ഒരു ഹീലിംഗ് വേണം, എനിക്ക് അങ്ങനെ ഒരു സൗഖ്യം വേണം. കർത്താവേ, നിന്റെ കോപം എൻ്റെ മേൽ നിന്ന് വിട്ടുമാറിയിരിക്കാൻ നിന്റെ സ്നേഹം എനിക്ക് ആഴമായിട്ട് അനുഭവിക്കണം. എൻ്റെ പിന്മാറ്റം മാറട്ടെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന തകർച്ചകൾ, വീഴ്ചകൾ മാറട്ടെ. അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ അകന്നു പോയത് എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ആരാധനയുടെ പട്ടണമായ ജെറുസലേം വിട്ട് ഗ്രാമമായ എമ്മൗസിലേക്ക് നടന്നു നീങ്ങിയ എൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. ജെരമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ദൈവദാസന്മാരും പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു, ഒരുപാട് വിശ്വാസത്യാഗങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്, പലരുടെയും അകത്ത് വിശ്വാസക്കുറവുകൾ സംഭവിക്കുന്നു എന്ന്. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ജെരമ്യായുടെ പ്രവചന പുസ്തകം 3:22 നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു, വിശ്വാസത്യാഗികളെ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് താഴോട്ട് പോയവരെ, വിശ്വാസ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചവരെ, മടങ്ങിവ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഹോശേയയുടെ പ്രവചനത്തിൽ ഹോശേയ പറയുകയാണ്, ദൈവം അവരെ അറിയിക്കുകയാണ്, ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കാം. ഹല്ലേലൂയ. നമ്മൾ ഇതുവരെ മറ്റു പല ഹീലിങ്ങുകളെ കുറിച്ചും സൗഖ്യങ്ങളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ കർത്താവിന് ക്യാൻസർ മാറ്റാൻ മാത്രമല്ല, കണ്ണു തുറക്കാൻ മാത്രമല്ല, ചെവി കേൾപ്പിക്കാൻ മാത്രമല്ല, ഊമരെ സംസാരിപ്പിക്കാൻ മാത്രമല്ല, പാപത്തിലേക്ക് വഴിതെറ്റിപ്പോയ നിന്റെ പിന്മാറ്റത്തെയും അവന് ചികിത്സിച്ച് സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ തന്നെ ദൈവദാസനെ വായിക്കേണ്ടതായ ഒരു ഭാഗമുണ്ട്. അതിന്റെ 2-ാം അധ്യായം, 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി. പക്ഷെ ഇവിടം തൊട്ട് വായിക്കണം, നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. സഭയെ, എൽഷദായ് ചർച്ചിനോട്, ഇന്നെന്നെ കാണുന്ന വിശ്വാസ സമൂഹത്തോട് ഈ വാക്യത്തിൽ നിന്ന് കർത്താവ് സംസാരിക്കുന്നു, നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി, നിനക്ക് ഞാൻ വിവാഹം നിശ്ചയിച്ച കാലത്തെ നിന്റെ സ്നേഹം ഞാൻ ഓർക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് കർത്താവ് പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറവ് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ജെരമ്യ കുറച്ചും കൂടെ ആഴമായിട്ട് രേഖപ്പെടുത്തുന്നു. ഇത് ദൈവം ജെരമ്യായോട് പറയുന്നു, യഹോവയാണ് അരുളി ചെയ്യുന്നത്. എന്താണ് അവൻ്റെ അരുളപ്പാട്? നീ എന്നെ അനുഗമിച്ചൊരു സമയമുണ്ട്. മനസ്സിലാകുന്ന ഭാഷ പറയാം, നീ രക്ഷിക്കപ്പെട്ട സമയം, നീ സ്നാനപ്പെട്ട സമയം, കർത്താവിനെ അറിഞ്ഞ സമയം, യേശുവിലേക്ക് വന്ന സമയം, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച സമയം, ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ഒരു മണവാട്ടിയായി മണവാളനായ ക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്തൊരു സമയമുണ്ട്. അങ്ങനൊരു കാലം നിങ്ങൾക്കുണ്ട്, അങ്ങനൊരു കാലം എനിക്കുണ്ട്. ദൈവം പറയുന്നു, നീ എന്നെ അറിഞ്ഞ കാലം, നീ എന്നെ അനുഗമിച്ച കാലം, നിന്റെ യൗവന പ്രായത്തിൽ നീ എന്നോട് കാണിച്ച സ്നേഹം, നിന്റെ ഭക്തി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ സ്നേഹത്തിലേക്ക്, ആ ഭക്തിയിലേക്ക് ഒരു മടങ്ങിവരവ് നിനക്കുണ്ടാകണമെന്ന് തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാക്കുകയാണ്. അത് കുറച്ചും കൂടെ ക്ലിയർ ആകും 21-ാമത്തെ വാക്യത്തിൽ. 21-ാം വാക്യം നോക്കിയേ. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ
നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നിരിക്കുന്നത് ഞാൻ എങ്ങനെ? നിന്നെ വിളിച്ചു ഓർതിരിച്ചപ്പോൾ, ഞാൻ നിന്നെ നട്ടപ്പോൾ, നീ രക്ഷിക്കപ്പെട്ടപ്പോൾ, ദൈവകൃപയിലേക്ക് വന്നപ്പോൾ, കുഞ്ഞെ, മോനെ, മോളെ, സഹോദര, സഹോദരി, ദൈവം നിന്നോട് പറയുന്നു, നിന്നെ ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ലൊരു തൈയായിട്ടാണ് നട്ടത്. നിന്നിൽ നിന്ന് ഒരുപാട് ഫ്രൂട്ടുകൾ, ഫലം ഞാൻ പ്രതീക്ഷിച്ചു. നീ എങ്ങനെ കാട്ടുമുന്തിരിയായി എന്ന് ദൈവം ചോദിക്കുന്നു. നിന്നെ ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായി, നല്ലൊരു തൈയായി നിന്നെ ഞാൻ നട്ടിരിക്കെ നീ കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെയെന്ന് ദൈവം ചോദിക്കുമ്പോൾ, നിന്റെ യൗവനത്തിലെ ദൈവത്തോടുള്ള സ്നേഹത്തിലേക്കും ദൈവത്തോടുള്ള ഭക്തിയിലേക്കും ഉടമ്പടി ചെയ്ത കാലഘട്ടത്തിൽ, ദൈവത്തെ അറിഞ്ഞ കാലഘട്ടത്തിൽ, അവനെ അനുഗമിച്ച കാലഘട്ടത്തിൽ, ആത്മനിറവ് പ്രാപിച്ച കാലഘട്ടത്തിൽ വെളിപ്പെട്ട ദൈവഭക്തിയിലേക്കും വിശ്വാസത്തിലേക്കും ഇന്ന് പകൽ മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനം ദൈവം തന്റെ സഭയ്ക്ക് തരുന്നു. അതെ, ഇതാ കർത്താവ് ഈ വചനം കേൾക്കുന്ന ചിലരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഇതാ ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന ഈ കുടുംബം, പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് നടന്നു നീങ്ങുന്ന ഈ കുടുംബം. ഹല്ലേലൂയ. പലരും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. എന്ത് ചെയ്യാം? ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണും. പേഴ്സി പൈസ ഉള്ളപ്പോൾ മാത്രം സ്തോത്രം വരുന്നവർ, ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുള്ളപ്പോൾ മാത്രം ആരാധിക്കുന്നവർ, ഭൗതികമായ ഏതെങ്കിലും വിഷയത്തിൽ അവർ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ അങ്ങ് എല്ലാം അങ്ങ് ദൈവം നടത്തി കൊടുക്കാമെങ്കിൽ ദൈവം സൂപ്പറാ, ഇത്ര നല്ലവനാ പ്രിയനെ എന്നൊക്കെ പിന്നങ്ങ് പാടുക. എന്നാൽ അവർ പ്രതീക്ഷിച്ച ഏതെങ്കിലും ഒരു കാര്യം നടക്കാതെ പോയാൽ പിന്നങ്ങ് പിണങ്ങുക. ക്ലയോപ്പാവിനെ പോലെ പിന്നങ്ങ് മുഖം കാണിക്കുക, പിന്നങ്ങ് വാടിയ മുഖം കാണിക്കുക. ഒരിക്കലും അങ്ങനെ ആകരുത്. അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ഭാരപ്പെടുകയൊന്നും വേണ്ട. കർത്താവ് അങ്ങ് അടുത്തു വരും. അടുത്തു വന്ന് നിന്നെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഒന്ന് വിട്ടുകൊടുക്കണം കർത്താവിൻ്റെ കയ്യിലോട്ട്. ഇനി ആരെയാ ചികിത്സിച്ച് എല്ലാവരെയും ഒന്നും ചികിത്സിച്ച് സൗഖ്യമാക്കാൻ വരികയില്ലെന്നുള്ളത് ഏറ്റവും അവസാനം മനസ്സിലാവും. സ്തോത്രം. കർത്താവിനെ വിട്ടുപോയ, ദൈവത്തെ മറന്നുപോയ, പ്രതീക്ഷിച്ച കാര്യം ചിലരൊക്കെ പലതും പ്രതീക്ഷിച്ചായി വരവ് തന്നെ. ഈ പല ആൾക്കാർ ഈ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് തന്നെ പലതും പ്രതീക്ഷിച്ചുകൊണ്ട്. അതൊന്നും ഇന്ന് പറയണ്ട. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കൂടി വരാൻ ദൈവം അവസരം തരുമ്പോൾ ഞാൻ പറയാം. സ്തോത്രം. പലതും പ്രതീക്ഷിച്ചുള്ള വരവാ. ആ പ്രതീക്ഷിച്ചുള്ള വരവിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടക്കാതിരിക്കുമ്പം പോരാ, പ്രാർത്ഥിച്ചത് അങ്ങോട്ട് ഒത്തില്ല എന്നാ പറയുന്നത്. അങ്ങനെയല്ല ഒരിക്കലും. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കയ്യിലെ മുഴ പ്രാർത്ഥിച്ച് സൗഖ്യമായി, പിന്നെ വന്നിട്ടേ ഇല്ല യോഗത്തിന്. പിന്നെ 5-6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വന്നിരിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞ് ഇപ്പുറത്തെ കയ്യെ മുഴ വന്നെന്ന്. പ്രൈസ് ഗോഡ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയോ ആവശ്യത്തിന് വേണ്ടിയോ ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്. അവർ പ്രതീക്ഷിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ ദൈവവും ശരിയല്ല, പ്രാർത്ഥിച്ചവനും ശരിയല്ല, ആരാധിച്ചവനും ശരിയല്ല, ബൈബിളും ശരിയല്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇന്ന് ഞാൻ ഇവരെ എല്ലാം നോക്കി പറയട്ടെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവത്തെ ടെസ്റ്റ് ചെയ്യരുത്, ദൈവത്തെ ടേസ്റ്റ് ചെയ്യണം. ചില ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ രോഗസൗഖ്യമാക്കി തരാമെങ്കിൽ ഞാൻ വിശ്വസിക്കാം, ഞാൻ സൗഖ്യമായാൽ വിശ്വസിക്കാം, എൻ്റെ വിഷയത്തിൽ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് അതൊന്ന് നടന്നു കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടാം. നീ സ്നാനപ്പെടണ്ട. സൗഖ്യമായാൽ ഞാൻ വിശ്വസിക്കാം എന്നല്ല, ഞാൻ വിശ്വസിച്ചാൽ സൗഖ്യമാകും. ആ വിടുതൽ നടന്നാൽ ഞാൻ ആരാധിക്കാമെന്നല്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്താൽ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ ദൈവസഭയെ വാഗ്ദത്തത്തിലേക്കും വിശ്വാസത്തിലേക്കും ദൈവത്തോടുള്ള ബന്ധത്തിലേക്കും മടങ്ങി വരിക. ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായി ഫലം പുറത്തെരുമെന്നുള്ള പ്രതീക്ഷയോടെ സ്വപ്നം കണ്ടുകൊണ്ട് ദൈവം എന്നെയും നിങ്ങളെ നട്ടിരിക്കുമ്പോൾ ഒരിക്കലും ഞാനും നിങ്ങളും കാട്ടുമുന്തിരിവള്ളിയായി തീരല്ലേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു താനും അവരുടെ കൂടെ ചേർന്ന് നടന്നു. ഇനി ഞാനത് പറയാം. എന്താണ് ഈ ചേർന്ന് നടക്കുന്നതിൻ്റെ കാരണമുണ്ട്. ഈ കുടുംബം ഭയങ്കരമായ നിരാശയിലാണ്.
അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചില്ല. അവർ പ്രതീക്ഷിച്ചതുപോലെ പലതും നടന്നില്ല. അതിൻ്റെ ഒരു നിരാശ അവരുടെ മനസ്സിലുണ്ട്. എപ്പോഴും ഓർക്കണം, ഈ നിരാശ അകത്ത് കയറുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്. ഈ നിരാശ അകത്ത് കയറുമ്പോഴാണ് മടുപ്പുണ്ടാകുന്നത്. ഈ നിരാശ അകത്ത് കയറുമ്പോഴാണ് ഇനി ജീവിക്കേണ്ടെന്ന് തോന്നുന്നത്. അപ്പം അവിടെ ഒരു വിടവുണ്ടാകും. ആ വിടവിലൂടെയാണ് ആര് കയറുന്നത്? സാത്താൻ കയറുന്നത്. ആ വിടവിലൂടെ സാത്താൻ കയറിയിട്ട് പറയും, നീ ഇത്രയും നാൾ ദൈവത്തെ സേവിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നിന്റെ കാര്യമൊന്നും നടന്നില്ലല്ലോ, ഇത്രയും നാൾ നീ ഇതൊക്കെ ചെയ്തിട്ടും നിന്റെ അവസ്ഥ ഇതാണല്ലോ, ഇനി നീ എന്തിനാണ് ജീവിക്കുന്നത്? നീ മരിച്ചു കളക, ഇനി നീ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് പിശാച് നിന്റെ കാതിൽ പറയും, നിന്റെ ചെവിയിൽ പറയും. പക്ഷെ അതിനെ തിരിച്ചറിയാൻ നിനക്ക് കഴിയണം. ആ വിടവുകൾ സാത്താൻ ഉണ്ടാക്കും, ഗ്യാപ്പുകൾ ഉണ്ടാക്കും. ഭാര്യയും ഭർത്താവുമായി വിടവുകൾ ഉണ്ടാക്കും, മക്കളോടുള്ള ബന്ധത്തിൽ വിടവുകൾ ഉണ്ടാക്കും, ആ ദൈവസഭയോടും ആ ദർശനത്തോടുമുള്ള ബന്ധത്തിൽ വിടവുകൾ ഉണ്ടാക്കും. എപ്പോഴും ഓർക്കണം, ദൈവം വിടവുകൾ സൃഷ്ടിക്കുന്ന ദൈവമല്ല, ദൈവം വിടവുകളെ അടയ്ക്കുന്ന ദൈവമാണ്. നെഹമ്യാവിൻ്റെ കാലത്തൊരു സംഭവമുണ്ട്. അങ്ങനെ നെഹമ്യാവ് മതിൽ പണിയാൻ തുടങ്ങിയപ്പോൾ സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും ആൾക്കാർ ഈ മതിൽ പണി നടത്താതിരിക്കാൻ അവർ ആക്രമിക്കാൻ വന്ന സമയത്ത് വിടവുകളുള്ള ഭാഗത്ത്, ഈ മതിൽ പണി നടക്കുമ്പോൾ ഗ്യാപ്പുള്ള ഭാഗത്തൂടെ ഇവർ യുദ്ധത്തിനായി കയറി വന്നു. നെഹമ്യാവിൻ്റെ കൂടെ നിന്നവരെന്തോ ചെയ്തതെന്നറിയാവോ? വിടവുകളുള്ള ഭാഗത്ത് അവർ ഓരോരുത്തർ കയറി നിന്നു, ഗ്യാപ്പുള്ള ഭാഗത്ത് അവർ ഓരോരുത്തർ കയറി നിന്നു. എന്നിട്ട് അവർ ഒരു കയ്യാൽ യുദ്ധം ചെയ്തു, മറു കയ്യാൽ മതിൽ പണിതു. പ്രൈസ് ഗോഡ്. ദൈവം ഒരു സഭയിൽ, ഒരു ശുശ്രൂഷയിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് വിടവുകൾ സൃഷ്ടിക്കാനല്ല, വിടവുകളെ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിൻ്റെ അകത്ത് നിന്ന നിരാശയുടെ വിടവുകൾ അടയ്ക്കുവാൻ, അവരുടെ അകത്ത് നിന്ന് വേദനയുടെ വിടവുകൾ അടയ്ക്കുവാൻ യേശു താനും അവരോടുകൂടെ ചേർന്ന് നടന്നു. എത്രയോ സമയങ്ങളിൽ നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ട്. അവർ രാമീൻ പറയാമോ? എല്ലാം തകർന്നു എന്ന് തോന്നിയപ്പോൾ നിരാശ അകത്ത് കയറി മനസ്സിൽ തോന്നുകയാണ്, ജീവിതം കൊണ്ട് എന്താ അർത്ഥം, ഇങ്ങനെ ഇത്രയും നാൾ ജീവിച്ചു, ഇനി എങ്ങനെ മുൻപോട്ട് പോകും എന്ന നിരാശ അകത്ത് കയറി വന്ന ഇവിടുന്ന് ഒരു ഭയം, ഒരു ആകുലത, ഒരു ഭീതി, ഒരു വെപ്രാളം അകത്തോട്ട് കയറി വന്ന അവസ്ഥയിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ആ ഭാരം അങ്ങോട്ട് ഉരുകി പോകുന്നത് പോലെ അനുഭവിച്ചവർ ഇന്ന് പകലെന്നെ കേൾക്കുന്നെങ്കിൽ അവർ കൈകളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? യേശു പലപ്പോഴും വിടവുകളെ അടച്ച് നമ്മോട് കൂടെ ചേർന്ന് നടക്കുന്നവനാണ്. ഈ കൂടെ നടക്കുന്ന ആരാ? കൂടെ നടക്കുന്നത് ദൈവമാ. ഒപ്പം നടക്കുന്നത് ദൈവമാ. അവരുടെ കൂടെ, മനുഷ്യരുടെ കൂടെ ഇതാ ദൈവം നടക്കുന്നു. അതാണ് ക്രിസ്തു. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യർ പോകുമ്പോൾ, ദൈവത്തെ കാണാൻ മനുഷ്യർ പോകുമ്പോൾ, മനുഷ്യനെ അന്വേഷിച്ച് ഈ ഭൂമിയിലേക്ക് വന്നൊരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ്റെ കൂടെ നടന്ന ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. അങ്ങോട്ട് എന്ന് കാണാതെ എന്നെ ഇങ്ങോട്ട് വന്ന് എല്ലാ ദിവസവും കാണുന്ന കൂടെ നടക്കുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ അതെൻ്റെ യേശു മാത്രമാണ്. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ഇരമ്യ 33:3 എഴുതിയിരിക്കുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തതും മഹത്വായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, യേശു അവരുടെ കൂടെ നടക്കുന്നു. ഇനി ഞാൻ ആ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങളെ അറിയിപ്പാനുണ്ട്. യേശു കർത്താവ് ഇവരുടെ ഒപ്പം നടക്കുന്ന സമയത്ത് ഒന്നാമതായി ഇവരുടെ വിഷയം, ഇവരുടെ പ്രശ്നം യേശു കർത്താവ് അവരോട് ചോദിച്ച് മനസ്സിലാക്കി. എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മുടെ പ്രയാസം അറിയാം, ദൈവത്തിന് നമ്മുടെ വിഷയം അറിയാം, ദൈവത്തിന് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം അറിയാം. പക്ഷേ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യം എന്ത്? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് യേശു കർത്താവ്, എന്താ നിങ്ങൾ വളരെ സാഡായിട്ടിരിക്കുന്നേ എന്ന് അവരോട് ചോദിക്കുന്നു. ഇനി ഒരു കാര്യം ഇതിൽ നിന്ന് പഠിക്കണം. പലപ്പോഴും നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ പലരും നമ്മളോട് ചോദിക്കും, എന്താ മോളെ നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തേ? എന്താ മോനെ മോൻ്റെ മുഖത്തൊരു, പാസ്റ്ററിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നവർ ധാരാളമുണ്ട്. അവർക്കത് പറയാനേ പറ്റുള്ളൂ. അങ്ങനെ ചോദിക്കുന്നവർക്കായിട്ട് സ്വോത്രം, അങ്ങനെ ചോദിക്കുന്നവരില്ല, പ്രൈസ് ഗോഡ്. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന സ്നേഹമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ അത് ചോദിക്കാനേ പറ്റുള്ളൂ, ഇവർക്കൊന്നും അത് പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ കർത്താവിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ?
അവന് നിന്റെ വിഷയത്തെ ആരായാനും അറിയാം, അവന് നിന്റെ വിഷയത്തെ പരിഹരിക്കാനും അറിയാം. ഹല്ലേലൂയ. ഈ ചോദിക്കുന്ന കർത്താവ്, പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അയ്യോ പൈസയൊന്നും ഇല്ലല്ലയോ, അയ്യോ കഷ്ടപ്പാടാ ഇല്ലയോ, ബുദ്ധിമുട്ടായിരിക്കും ഇല്ലയോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. മനസ്സിൽ സന്തോഷവുമുണ്ട്. എന്നിട്ട് ഇവർക്കത് പരിഹരിക്കാൻ പറ്റും അതുമില്ല. എന്നാൽ ഇവരുടെ പാടാദുരിതങ്ങളെല്ലാം കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള അമ്മമ്മമാരുണ്ട്. കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഈ പാടാദുരിതങ്ങളെല്ലാം കേട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നവും പാടാദുരിതം എല്ലാം കണ്ട് എന്നാ ചെയ്യാനാ ഇങ്ങനെ പറയുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. പക്ഷെ കർത്താവ് അങ്ങനല്ല. നിന്റെ പാടാദുരിതം കേട്ട് സന്തോഷിച്ചു പോകുന്നവനല്ല. നിന്റെ വിഷയങ്ങൾ അറിഞ്ഞ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ് നീ സേവിക്കുന്ന ദൈവം. നിന്റെ നിരാശയുടെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ അതിൻ്റെ മധ്യേ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യന്റെ അടുക്കൽ വന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചിട്ട് തിരിച്ചു പോകുന്നവനല്ല, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്ന കർത്താവിനെയാണ് ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കുന്നത്, പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട കാര്യം, യേശു അവരുടെ വിഷയത്തിൽ അവർക്കായിട്ട് പ്രതികരിച്ചു കേട്ടോ. അവര് വാടി മുഖത്തോടിരിക്കുന്നു, അവർ വിഷമിച്ചു പോകുന്നു, എന്തോ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ നിരാശയുണ്ട്, അവരങ്ങ് പൊയ്ക്കോട്ടെ എന്നല്ല കർത്താവിന്. യേശു അവരുടെ വിഷയത്തിൽ പ്രതികരിച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശു അവരുടെ വിഷയത്തിൽ ഇടപെട്ടു, ഇന്റർവീൻ ചെയ്തു. ആരുമില്ലേ നിങ്ങളുടെ വിഷയത്തിൽ പ്രതികരിക്കാൻ? ആരുമില്ലേ നിങ്ങളെ ഒന്ന് അന്വേഷിക്കാൻ? ആരുമില്ലേ എന്താ ഇത്ര വിഷമമെന്ന് ചോദിക്കാൻ? ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ നീ കഴിച്ചോ? നിന്റെ കൈ വല്ലതും ഉണ്ടോ? നീ എങ്ങനെയാ ജീവിക്കുന്നേ? നിന്റെ പിള്ളേരുടെ ഫീസ് എങ്ങനെയാ കൊടുക്കുന്നേ? നിന്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നേ? അവിടെ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് ചോദിക്കാൻ ആരില്ലേ? വേണ്ടെന്നേ. അവരൊക്കെ ചോദിച്ചാ അതിനൊക്കെ പിന്നെ കണക്ക് പറയുമെന്നേ. പക്ഷെ കണക്ക് പറയാതെ തരുന്നൊരു കർത്താവുണ്ട്, കണക്ക് പറയാതെ നൽകുന്നൊരു യേശുവുണ്ട്, കരുതുന്നൊരു ദൈവമുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് അനുഭവിക്കുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? മനുഷ്യൻ തന്നാൽ അതിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ. യേശു കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും. അതിന് കർത്താവ് ഏത് റൂട്ടും എടുക്കും കേട്ടോ. യോന എന്ന് പറയുന്ന മനുഷ്യനെ ഭയങ്കര ഇവാഞ്ചലിസ്റ്റാ. ഒറ്റ പ്രസംഗം പ്രസംഗിച്ചാൽ പുള്ളിയുടെ മേളിൽ കിടക്കുന്ന എന്നെ അഭിഷേകം ആയിരങ്ങളെ ടച്ച് ചെയ്യുന്ന നിനവേ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ വീണ്ടെടുപ്പിനായി, മാനസാന്തരത്തിനായി ദൈവം യോനായെ തിരഞ്ഞെടുത്തു. നിനവേക്ക് പോകാൻ പറഞ്ഞു. പക്ഷേ പുള്ളി തർശീശ് എന്ന് പറയുന്ന സ്ഥലത്തിന് ടിക്കറ്റ് എടുത്തു, കപ്പലേ കയറി. പുള്ളി കപ്പലേ കയറുമ്പോഴേ ദൈവത്തിന് അറിയാം ഇവൻ ഞാൻ പറയുന്ന റൂട്ടിൽ പോകുകയല്ല, പക്ഷെ ഇവനെ എത്തിക്കേണ്ടടുത്ത് ഇവൻ്റെ വാഗ്ദത്വത്തിലേക്ക് എനിക്കിവനെ മടക്കി വരുത്തണം. ദൈവം എന്നാ ചെയ്തേ? ദൈവം തിമിംഗലത്തോട്, വലിയ കടലിലെ ഏറ്റവും വലിയ മത്സ്യത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടൊരു കാര്യമുണ്ട്. അതാ യെശയ്യാ പറഞ്ഞ, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനനെ അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. ദൈവം തിമിംഗലത്തോട് പറഞ്ഞത് തിമിംഗലം കൃത്യമായിട്ട് ചെയ്തു. ഏലിയാവിന് വേണ്ടി കാക്കയോട് ദൈവം പറഞ്ഞു, കാക്കയോട് ദൈവം പറഞ്ഞത് കാക്ക കൃത്യമായിട്ട് ചെയ്തു. ഇനി ഈ യോന എന്ന് പറയുന്ന മനുഷ്യനെ ആവണക്കിൻ്റെ ചുവട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പറഞ്ഞയക്കാനായിട്ട് ആവണക്കിൻ്റെ ഇല കുത്തി തുരന്നു കളയുക എന്ന് പുഴുവിനോട് പറഞ്ഞത് പുഴു കൃത്യമായിട്ട് ചെയ്തു. ബിലയാമിൻ്റെ കാലത്ത് ദൈവം കഴുതയോട് സംസാരിച്ചു, കഴുതയോട് പറഞ്ഞത് കഴുത കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ തിമിംഗലത്തോട് ദൈവം പറഞ്ഞാൽ തിമിംഗലം കേൾക്കും, കാക്കയോട് ദൈവം പറഞ്ഞാൽ കാക്ക കേൾക്കും, പുഴുവിനോട് ദൈവം പറഞ്ഞാൽ പുഴു കേൾക്കും, കഴുതയോട് ദൈവം പറഞ്ഞാൽ കഴുത കേൾക്കും. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെ അറിയുന്നു. പക്ഷെ നിങ്ങളോടൊക്കെ എത്രയോ കൊല്ലമായി എന്തെല്ലാം കാര്യങ്ങൾ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുക, എത്രയോ വർഷങ്ങളായി എന്തെല്ലാം കാര്യങ്ങൾ ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുക. കേൾക്കാൻ മനസ്സുണ്ടോ? മടങ്ങി വരാൻ മനസ്സുണ്ടോ? അനുസരിക്കാൻ മനസ്സുണ്ടോ? പക്ഷെ പ്രിയപ്പെട്ടവരെ, മടങ്ങി വരുന്ന ഒരു ശേഷിപ്പിനായി അവൻ വെയിറ്റ് ചെയ്യുകയാണ്. മടങ്ങി വരുന്ന മാനസാന്തരപ്പെടുന്ന ഒരു ശേഷിപ്പിനായി അവൻ വെയിറ്റ് ചെയ്യുകയാണ്. വിശിഷ്ട മുന്തിരിവള്ളിയായി നട്ടതൊക്കെ പലതും കാട്ടുമുന്തിരിവള്ളിയായി തീർന്നു. എന്നാൽ ചില വിശിഷ്ട മുന്തിരിച്ചെടികൾ ഈ സമയത്ത് പൂക്കുന്നുണ്ട്. ചില വിശിഷ്ട മുന്തിരിച്ചെടികൾ ദൈവത്തോട് അടുക്കുന്നുണ്ട്. അവരെ ദൈവം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിനു ശേഷം കർത്താവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ മഹത്വത്തിനായി അവരെ ഉപയോഗിക്കുവാൻ പോകുന്നു.
ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ് ജീസസ്. തിരുവെഴുത്തിൽ വ്യക്തമായി കാണുന്നു, യേശു അവരുടെ കൂടെ നടന്നിട്ട് അവരോട് ചോദിക്കുന്നു, അവരുടെ പ്രശ്നത്തിൽ അവരോട് ഇടപെടുന്നു, പ്രതികരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? 22-ാമത്തെ വാക്യത്തിനകത്ത് ക്ലയോപ്പാവിൻ്റെ ഭാര്യ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി ശരീരം കാണാതെ മടങ്ങി വന്നു. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഷയത്തെക്കുറിച്ച് ഇവർ തർക്കിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ വാദിച്ചുകൊണ്ട് പോകും. നമുക്ക് എപ്പോഴും ഓർക്കണം, ഒരു ഡിബേറ്റ് ഉണ്ടാകണമെങ്കിൽ, ഒരു ചർച്ച ഉണ്ടാകണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണം. തമ്മിൽ തർക്കിക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണം. പലപ്പോഴും ഭാര്യയും ഭർത്താവും കൂടെ പിള്ളേരെ കാര്യം പറഞ്ഞാൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യം പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നത്, പല പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ, തർക്കിക്കണമെങ്കിൽ, വാദിക്കണമെങ്കിൽ അതിനകത്തൊരു സബ്ജക്റ്റ് വേണം. ഇവരുടെ സബ്ജക്റ്റ് എന്നാരെന്നറിയോ? ഇവരുടെ സബ്ജക്റ്റ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അതിൻ്റെ കാരണം, ക്ലയോപ്പാവിൻ്റെ ഭാര്യയുടെ കൂട്ടുകാരികൾ രാവിലെ കല്ലറയ്ക്കൽ പോയി. അതിനകത്ത് മറിയമൊക്കെ ഉണ്ട്. കല്ലറയ്ക്കൽ പോയി, അവർക്ക് ദൂതന്മാരുടെ പ്രത്യക്ഷതയുണ്ടായി. അവർ തുറന്ന കല്ലറ കണ്ടു. അതിനകത്ത് അടക്കം ചെയ്തിരുന്ന കർത്താവിനെ അവർ കണ്ടില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം, എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. ആ റിപ്പോർട്ട് ആർക്ക് കിട്ടി? ആ റിപ്പോർട്ട് ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയയ്ക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരങ്ങനെ എന്തെങ്കിലും ഉണ്ടെ അന്നേരെ അത് അറിയിക്കും. ഈ രാവിലെ കല്ലറയ്ക്കൽ പോയ സഹോദരിമാർ കൂട്ടുകാരിയായ ക്ലയോപ്പാവിൻ്റെ ഭാര്യയെ അറിയിച്ചു, ഞങ്ങൾ കല്ലറയ്ക്കൽ ചെന്നു, കർത്താവിൻ്റെ ശരീരം ഞങ്ങൾ കണ്ടില്ല, കല്ലറ തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ക്ലയോപ്പാവിൻ്റെ ഭാര്യയ്ക്ക് ഉറപ്പായി യേശു പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന്. പക്ഷെ അച്ചായൻ കണ്ടില്ല. ക്ലയോപ്പാവിൻ്റെ കൂട്ടുകാരും പറഞ്ഞില്ല, ക്ലയോപ്പാവ് അറിഞ്ഞതുമില്ല. പിന്നെ ക്ലയോപ്പാവ് അറിഞ്ഞ സംഭവം എന്നാണെന്നറിയാമോ? ക്ലയോപ്പാവ് അറിഞ്ഞത് മറ്റൊരു സംഭവമാണ്. ക്ലയോപ്പാവ് അറിഞ്ഞ സംഭവം ഒന്ന് വായിക്കാമോ? മത്തായി 28:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അതാ ക്ലയോപ്പാവ് അറിഞ്ഞത്. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുന്ന വണ്ണം പണം കൊടുത്തു. 13-ാം വാക്യത്തിൽ, അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. 14-ാം വാക്യത്തിൽ ഇതുകൊണ്ട്, വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. 15-ാം വാക്യത്തിൽ പറയുന്നു, അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പിലായിരിക്കുന്നു. യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ വിവരം ഈ കർത്താവിൻ്റെ കല്ലറയുടെ വാതിക്കൽ നിന്ന പട്ടാളക്കാര് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് അറിയിച്ചു. നിങ്ങൾ ഇനി ഈ രംഗം ഒന്ന് മനസ്സിലാക്കണം. വാഗ്ദത്തം ഉള്ളവരെന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോമിസ് ഉള്ളവരെന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഒരു വാർത്ത പറഞ്ഞു, ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുവിൻ, ഞാൻ ഇതിനെ 3 ദിവസം കൊണ്ട് പണിയും, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു. ഇത് ശിഷ്യന്മാർ കേട്ടു, പുരുഷാരം കേട്ടു, പരീശന്മാർ കേട്ടു, ശാസ്ത്രിമാർ കേട്ടു, പുരോഹിതന്മാർ കേട്ടു, ശത്രുക്കളെല്ലാം കേട്ടു. പക്ഷേ കർത്താവ് ഗത്സമന തോട്ടത്തിൽ പിടിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി. ഈ ക്ലയോപ്പാവും ഭാര്യയും ഒക്കെ ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും എന്ന് പറഞ്ഞതൊക്കെ കേട്ടതാ. പക്ഷെ അവർ പോലും നിരാശരായിപ്പോയി കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ. പക്ഷെ ഇത് കേട്ട ശത്രുക്കൾ, മഹാപുരോഹിതന്മാർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിരോധികൾ, അവർക്കൊരു കാര്യം അറിയായിരുന്നു, യേശു സാധാരണ ആരുമല്ല, അവൻ്റെ വാക്കിലും അവൻ പ്രവൃത്തിയിലും ശക്തിയുള്ളവനാണ്. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ അത് ചെയ്തിരിക്കും എന്നിവർക്കറിയാം. എപ്പോഴും ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്ന് നമ്മളെക്കാളും ഉറപ്പ് പിശാചിനാണ്. യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അവൻ അത് ചെയ്തിരിക്കുമെന്ന് നമ്മളെക്കാൾ വിശ്വാസം സാത്താനാണ്. കാരണം പിശാചിന് വ്യക്തമായിട്ടറിയാം അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണെന്ന്, അവൻ വാക്ക് മാറാത്ത കർത്താവാണെന്ന്.
അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ ഈ വാഗ്ദത്തം, ഈ പ്രോമിസ് നടക്കരുത്. അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവിൻ്റെ അടക്കം ഇത്ര വലിയ സെക്യൂരിറ്റി സെറ്റപ്പിൽ അവർ ചെയ്തത്. എന്തൊക്കെയാണ് അവർ ചെയ്തേ? പലരും ചേർന്ന് ഏറ്റവും വലിയ കല്ല് ഉരുട്ടി കല്ലറയുടെ വാതിക്കൽ വെച്ചു. റോമൻ ഗവൺമെന്റ് ചെങ്ങലയിട്ട് അത് ക്രോസ് ചെയ്ത് ലോക്ക് ചെയ്തു. ഇതെല്ലാം പോട്ടെ, പട്ടാളക്കാരെ സെമിട്രിയിൽ അല്ലെങ്കിൽ ആ കല്ലറയുടെ മുമ്പിൽ കാവലാക്കി നിർത്തി. എന്തിനു വേണ്ടിയാണ്? ആർക്കുണ്ട്? ആരുടെ അടക്കത്തിലുണ്ട് ഇത്രയും വലിയ ക്രമീകരണം? ഈ കല്ലറയ്ക്കകത്ത് കിടക്കുന്നത് ഏതെങ്കിലും തീവ്രവാദിയാണോ? ഒരിക്കലുമല്ല. ഈ കല്ലറയ്ക്കകത്ത് കിടക്കുന്നത് ഏതെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചവരോ ബോംബിട്ടവരോ വല്ലോ ആണോ? ഒരിക്കലുമല്ല. നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പോലും ആരെയും വേദനിപ്പിച്ചിട്ടില്ലാത്ത, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ആശ്വാസനായകനായ സമാധാന പ്രഭുവായ, അന്ധന്മാർക്ക് കാഴ്ചയും ചെകിടന്മാർക്ക് കേൾവിയും ഊമർക്ക് സംസാരിക്കാനുള്ള സ്വാധീനവും കൊടുത്ത, അനേകർക്ക് സമാധാനവും സൗഖ്യവുമായിരുന്ന, ഹൃദയം നുറുങ്ങിയ പലർക്കും സമീപസ്ഥനായിരുന്ന സമാധാന പ്രഭുവാണ് ആ കല്ലറയിൽ കിടക്കുന്നത്. ബോംബും മിസൈലും തോക്കും എന്നുള്ള ആളല്ല. പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ, കർത്താവിനെ അടക്കിയപ്പോൾ ഇത്ര വലിയ സെക്യൂരിറ്റി, ഇത്ര വലിയ കല്ല്, ഇത്ര വലിയ ചെങ്ങല, ഷിഫ്റ്റ് വെച്ച്, പകലും രാത്രി ഷിഫ്റ്റ് വെച്ച്? അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പവർഫുൾ ആർമിയാണ്, സോൾജിയേഴ്സ് ആണ്, റോമൻ സോൾജിയേഴ്സ്. റോമൻ പട്ടാളക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ റോമൻ പട്ടാളക്കാരെ കാവൽ നിർത്തിയത് എന്തിനു വേണ്ടിയാണ്? യേശു പറഞ്ഞ വാഗ്ദത്തം ഒരിക്കലും നടക്കരുത്. നിന്റെ വാഗ്ദത്തത്തെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർ, നിന്റെ വാഗ്ദത്തം, നിന്റെ മേലുള്ള പ്രോമിസുകൾ നടക്കാതിരിക്കാൻ അതിനെ അടച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവർ, നിന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറാതിരിക്കാൻ നീ പോലും അറിയാതെ മറുഭാഗത്ത് അതിൻ്റെ പിറകിൽ ജാഗരിക്കുന്നവർ, ഈ സന്ദേശത്തെ അവഗണിച്ചു കളയരുത്. ആത്മാവ് ഇടപെടുന്ന ഈ സന്ദേശത്തെ ആത്മാവുള്ളവർ, വാഗ്ദത്തമുള്ളവർ ആരാധിച്ച് ഇന്ന് പകൽ സ്വീകരിക്കണം. നിങ്ങളുടെ മേൽ, നിങ്ങളുടെ സഭയുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടാതിരിക്കാൻ നിങ്ങൾ ജാഗരിക്കുന്നതിനേക്കാൾ അധികം നിങ്ങൾ അറിയാതെ വേറെ ചില ആൾക്കാർ ജാഗരിക്കുന്നുണ്ട് അതിൻ്റെ പുറകിൽ. പ്രൈസ് ഗോഡ്. നിങ്ങൾ അത് ചിന്തിക്കുന്നില്ല, പക്ഷേ അത് നടക്കാതിരിക്കാൻ വേണ്ടി വേറെ കുറെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അത് പക്ഷേ സഭ മനസ്സിലാക്കുന്നില്ല, ദേശം മനസ്സിലാക്കുന്നില്ല. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, യിരെമ്യാവേ നീ എന്ത് കാണുന്നു? യിരെമ്യാവ് പറഞ്ഞു, ഞാനൊരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. നീ കണ്ടത് ശരി തന്നെ. എൻ്റെ വചനങ്ങളെ നിവർത്തിക്കേണ്ടതിന് ഞാൻ അതിൻ്റെ പിന്നിൽ ജാഗരിച്ചുകൊള്ളും. പിന്നെയും യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായി. യിരെമ്യാവേ നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ജാഗ്രത വൃക്ഷത്തിന്റെ, ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. നീ കണ്ടത് ശരിയാണ്. പിന്നെ അവൻ കണ്ടു പറയുകയാണ്, ദൈവമേ, ഞാൻ തിളച്ച് മറിയുന്ന വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുന്ന ഒരു കലം ഞാൻ കാണുന്നുണ്ട്. തീയും ചൂടുള്ള വെള്ളവും കലവും കാണുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ഭാഗത്ത് നീ തളിർത്ത ബദാം കണ്ടില്ലേ? ഒരു ഭാഗത്ത് തളിർത്ത് നിൽക്കുന്ന ബദാം നീ കാണുമ്പോൾ മറുഭാഗത്ത് തീ കൂട്ടി വെള്ളം നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് നിന്റെ വാഗ്ദത്തം, മറുഭാഗത്ത് ആ വാഗ്ദത്തത്തിനെതിരായി നിൽക്കുന്ന ശക്തികൾ. ഇത് രണ്ടും എല്ലാ കാലത്തുമുണ്ട്. വാഗ്ദത്തമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ മന്ദിരത്തെ പൊളിപ്പീൻ, മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു കർത്താവ് പറഞ്ഞ കാര്യം നടപ്പിലാകാതിരിക്കുവാൻ അവരാൽ കഴിയുന്ന സെറ്റപ്പുകളെല്ലാം അവർ ചെയ്തു. കല്ലറ അവർ ലോക്ക് ചെയ്തു. ഈ റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര പതിച്ചു. പട്ടാളക്കാരെ ഷിഫ്റ്റ് വെച്ച് അവർ കാവലാക്കി നിർത്തി. പക്ഷേ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും വ്യക്തികൾക്കും കർത്താവ് നിങ്ങളോട് അറിയിച്ച വാഗ്ദത്തത്തെ നശിപ്പിക്കാൻ കഴിയില്ല. പുനരുത്ഥാന ശക്തിയുടെ മുൻപിൽ
അഭിഷേകത്തിന്റെ മുൻപിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിന്റെ വിഷയത്തിന്റെ മേൽ വെളിപ്പെട്ടു വന്നാൽ, കുഞ്ഞെ, ആരൊക്കെ എന്തൊക്കെ ആഭിചാരം ചെയ്താലും, എന്തൊക്കെ ലോക്കുകൾ നിനക്കെതിരെ ഇട്ട് പൂട്ടിയാലും, ഏതൊക്കെ വ്യക്തികൾ നീ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ, നീ ഉയർന്നു വരാതിരിക്കാൻ, നിനക്ക് നന്മയുണ്ടാകാതിരിക്കാൻ, ഏതെല്ലാം വഴികളിലൂടെ എന്തെല്ലാം ചെയ്താലും ദൈവം നിനക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആരുമില്ല എന്ന സത്യം ഇന്ന് പകൽ തിരിച്ചറിയുക. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റി. ഇത് ക്ലെയോപ്പാവിൻ്റെ ഭാര്യയുടെ കൂട്ടുകാരികൾ കണ്ടു, അറിഞ്ഞു, അവളെ അറിയിച്ചു. പക്ഷെ ക്ലെയോപ്പാവ് അറിഞ്ഞ എന്നാന്നറിയാവോ? യേശു ഉറങ്ങുമ്പോൾ അവൻ്റെ ശരീരം രാത്രിയിൽ വന്ന് അവൻ്റെ ശിഷ്യന്മാർ കട്ടുകൊണ്ടുപോയി. ഇനി അതെങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചോ? ഈ കല്ലറയുടെ വാതിക്കൽ നിന്ന് കാവൽ നിന്ന ഈ സെക്യൂരിറ്റി, ഈ പട്ടാളക്കാര്, ഒരു വെളിച്ചം പ്രകാശിക്കുന്നത് മാത്രം അവർ കണ്ടു കാണും. അവർ താഴെ പോയി, കല്ലറ തുറന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇവരെഴുന്നേറ്റ് നോക്കുമ്പോൾ യേശു അവിടെ ഇല്ല. അവനെ പുതപ്പിച്ചിരുന്ന തുണി മാത്രം അവിടെയുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇവരോടി, അതിവേഗത്തിൽ ഓടി. എന്നിട്ട് മഹാപുരോഹിതന്മാരോട് എന്ന് പറഞ്ഞു, സാറേ, അവൻ പറഞ്ഞത് അവൻ ചെയ്തു കേട്ടോ, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു. നാണക്കേടല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ക്രൂശിച്ച് ഈ വായു വന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് മുഖത്ത് കാർക്കിച്ചു തുപ്പി യേശുവിനെ ഒന്നും അല്ലാതാക്കി തീർത്ത് നശിപ്പിക്കാൻ വേണ്ട എല്ലാ സെറ്റപ്പുകളും ഇവർ ചെയ്തില്ലേ? ഒരുത്തനെ നശിപ്പിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ഇവർ ചെയ്തിട്ടും ഉള്ളി നശിച്ചില്ല, ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറയുന്നത് ഈ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനൊരു കുറച്ചിലല്ലേ? പ്രൈസ് ദി ലോർഡ്. അല്ല, അങ്ങനെ ഇനി ഒരുപാട് പേര് നാണക്കെടാനുണ്ട്, അത് സംഭവിക്കും. ഈ നശിപ്പിക്കാൻ ശ്രമിച്ചവനൊരു എന്താ പറയുക, അതൊരു പ്രയാസമല്ലേ? അവരങ്ങ് ആകെ വിഷമിച്ചു, ആകെ ബുദ്ധിമുട്ടിലായി, അങ്ങ് വല്ലാത്ത പ്രയാസത്തിലായി. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യമൊന്നും നടന്നില്ല, നടക്കുകയല്ല. പ്രൈസ് ഗോഡ്. മനുഷ്യനെ നിനക്ക് തകർക്കാം, പക്ഷേ ആ മനുഷ്യന്റെ അകത്തുള്ള അഭിഷേകത്തെ നിനക്ക് തകർക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പണം നിനക്ക് കവർന്നെടുക്കാം, അവന്റെ സമ്പത്ത് നിനക്ക് കവർന്നെടുക്കാം, പക്ഷേ അവന്റെ വാഗ്ദത്വത്തെ നിനക്ക് കവർന്നെടുക്കാൻ പറ്റില്ല. ഒരിക്കലും നിനക്കത് കവർന്നെടുക്കാൻ പറ്റില്ല. അവന്റെ ഡെസ്റ്റിനിയിൽ അവനെ എത്തിക്കുമെന്ന് പറഞ്ഞ ദൈവം എത്തിച്ചിരിക്കും. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവര് ചെന്നിത് പറഞ്ഞ ഉടനെ ഇവരൊരു കമ്മിറ്റി കൂടി. ഇവരുടെ കമ്മിറ്റിയിൽ ഇവര് തീരുമാനിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളല്ലേ ഇത് കണ്ടത്, ഒറ്റ കുഞ്ഞുങ്ങളോട് പറയരുത് അവൻ ഉയർത്തെഴുന്നേറ്റതാണെന്നും പുനരുദ്ധാന ശക്തി വെളിപ്പെട്ടെന്നും കല്ലറ തുറന്നെന്നും ഒരു കുഞ്ഞുങ്ങളോടും പറയരുത്. ഈ കാശ് കൈവച്ച് അന്നത്തെ കാലത്ത് അന്നേ കൊണ്ട് ഈ കോഴയും ഈ കൈക്കൂലി കൊടുത്ത് കാശ് കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളൊരു കഥ ഉണ്ടാക്കണം. എന്താണ് ആ കഥ? നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി വന്ന് അവൻ്റെ ശിഷ്യന്മാരവനെ കട്ടോണ്ട് പോയാന്നൊരു കഥ ഉണ്ടാക്കണം. മത്തായി 28:14 വാക്യത്തിൽ അതാ എഴുതിയിരിക്കുന്നത്. 28:14 ഒന്ന് വായിച്ചേ. 13 വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ട് പോയി എന്ന് പറവേ. അപ്പോൾ രാത്രി ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഷിഫ്റ്റ് വെച്ചായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി. പക്ഷേ അവൻ്റെ ശിഷ്യന്മാർ വന്ന് രാത്രി അവനെ കട്ടോണ്ട് പോയത്, അല്ലാതെ പുള്ളി ഉയർത്തെഴുന്നേറ്റതൊന്നും അല്ലെന്ന് നിങ്ങളൊരു കഥ ഉണ്ടാക്കണം. ഈ കഥ ഉണ്ടാക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ട്, അന്നും ഉണ്ട്. യേശുവിൻ്റെ കാലത്ത് യേശുവിനെതിരെ കഥ ഉണ്ടാക്കിയെന്ന് ഒന്ന് ഓർത്ത് നോക്കി. യേശുവിൻ്റെ കാലത്ത് യേശുവിനെതിരെ എന്തെല്ലാം കഥയാണ് ഉണ്ടാക്കി. പക്ഷേ ആ കഥകളൊന്നും വിജയിച്ചില്ല എന്നുള്ളതാണ്. കാരണം സത്യമല്ലാത്ത അസത്യമായ കുപ്രചാരണങ്ങളും കഥകളും ഒന്നും വിജയിക്കില്ല. വേസ്റ്റിംഗ് ടൈം എന്ന് വേണേൽ പറയാം. വിജയിക്കില്ല. കാരണം ഒരുത്തനെ ഉയർത്തുന്നതും മറ്റൊരുത്തനെ താഴ്ത്തുന്നതും ദൈവത്തിൻ്റെ കരമാണെന്നുള്ള ഒരു ചെറിയ ബോധം മനുഷ്യൻ്റെ അകത്തുണ്ടാകണം. ഈ ഭൂമിയിൽ ആര് ജീവിക്കണം, ആര് മരിക്കണം, ആര് ജനിക്കണം, ജനിച്ച എത്ര വ്യക്തികൾ ഇവിടുന്ന് പോകണം, ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കർത്താവാ, മനുഷ്യനല്ല. ന്യായവിധി മറ്റൊരാളെ ജഡ്ജ് ചെയ്യുക, അവൻ ശരിയല്ല, അവൾ ശരിയല്ല, ഇയാൾ നല്ല ആളാ, മറ്റേയാൾ കൊള്ളുകയല്ലെന്നൊന്നും പറയാൻ ന്യായവിധി
ദൈവം മനുഷ്യർക്കല്ല കൊടുത്തിരിക്കുന്നത്, ന്യായവിധി പുത്രനാണ് കൊടുത്തിരിക്കുന്നത്. ദൈവമാണ് ഫൈനൽ ജഡ്ജ്, ദൈവമാണ് വിധി കർത്താവ്. വിധിക്കരുത് എന്ന് പഠിപ്പിച്ച കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നവർക്കായും സ്വീകരിക്കുന്നവർക്കായും ഞാൻ എൻ്റെ പൊന്നു കർത്താവിന് നന്ദി പറയുകയാണ്. അവൻ ഉറങ്ങുമ്പോൾ അവനെ വന്ന് കട്ടുകൊണ്ടുപോയി എന്നൊരു കഥ നിങ്ങൾ ഉണ്ടാക്കണം. ഈ കഥ ഉണ്ടാക്കുമ്പോൾ പൊളിയാത്ത കഥ ഉണ്ടാക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പട്ടാളക്കാർ അടിച്ചിറക്കിയില്ലേ? കഥ ഉണ്ടാക്കിയില്ലേ? പട്ടാളക്കാരോടൊരു ചോദ്യം, റോമൻ സോൾജിയേഴ്സിനോട്, നിങ്ങൾ ആ സമയത്ത് എന്നാ ചെയ്യുമായിരുന്നു? ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ പൊതുക്കെ വന്ന് കല്ലിങ്ങനെ ഉരുട്ടി മാറ്റി അവനെ അകത്തുനിന്ന് അങ്ങ് എടുത്തുകൊണ്ട് പോയി. ഓക്കെ, അപ്പം നിങ്ങൾ എന്നാ ചെയ്യുമായിരുന്നു? ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ ഉറങ്ങുമായിരുന്നെങ്കിൽ നിങ്ങളെങ്ങനെ കണ്ട ശിഷ്യന്മാരാ വന്നേ കല്ലറ തുറന്ന് അവനെ എടുത്തുകൊണ്ട് പോയെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഉറങ്ങിക്കിടക്കുന്നവന് ഇത് കാണാൻ പറ്റൂ? ഉറങ്ങിക്കിടക്കുന്നവന് കാണാൻ തോന്നുന്നു, കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് തോന്നുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കഥ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വ്യക്തതയില്ലാത്ത കഥകൾ ഉണ്ടാക്കൽ, അത് പൊളിഞ്ഞു പോകും. അത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോണം. പ്രൈസ് ഗോഡ്. ഈ കഥ അവിടെ എല്ലാം അങ്ങ് സ്പ്രെഡ് ചെയ്യിച്ചു. എൻ്റെ അമ്മാമ്മയെ വെറുതെ കഥയൊന്നും ഉണ്ടാക്കല്ലേ അച്ഛാ, വെറുതെ ആവശ്യമില്ലാതെ കഥകളൊന്നും ഉണ്ടാക്കരുത്, നല്ലതല്ല അതൊന്നും. അത് പൊളിഞ്ഞു പോകുമെന്നുള്ളത് മാത്രമല്ല, പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും കൂടെ അനുഭവിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം, അങ്ങനെ ഒരു തീരുമാനം എടുത്തോണം. പ്രൈസ് ഗോഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കഥ ആരുടെ കാതിലെത്തി? ഈ കഥ ക്ലയോപ്പാവിൻ്റെ കാതിലെത്തി. ഇപ്പൊ ക്ലയോപ്പാവിൻ്റെ ഭാര്യയുടെ കാതിലെത്തിയ സംഭവം എന്നാ? യേശു ഉയർത്തു. ക്ലയോപ്പാവ് കേട്ടതെന്നാ? യേശുവിനെ കട്ടുകൊണ്ടുപോയി. ഈ സംഭവം ഇവർ തമ്മിൽ പറയാം. ക്ലയോപ്പാവിൻ്റെ ഭാര്യ പറഞ്ഞു, അച്ഛാ എൻ്റെ കൂട്ടുകാരികളെ ഞങ്ങളോട് പറഞ്ഞു അവൻ ഉയർത്തെന്ന്. ക്ലയോപ്പ പറഞ്ഞു, എടി ഞാൻ അതല്ല കേട്ടത്, ഞാൻ കേട്ടത് വേറെ. ഇത് രണ്ടും പറഞ്ഞ് ഇവർ തർക്കിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവരറിയാതെ ഇവരുടെ കണ്ണിനെ ബൈൻഡ് ചെയ്തിട്ട് നിരോധിച്ചിട്ട് അവരുടെ കൂടെ ചേർന്ന് നടന്നത്. അപ്പം അതെന്താ യേശു ആണെന്ന് അറിയിക്കാഞ്ഞേ? അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്നൊന്നും പറയാതെ ഇവരറിയാതെ യേശുവിനെ മനസ്സിലാക്കാത്ത രീതിയിൽ യേശു കർത്താവ് എന്തിനാ കൂടെ നടന്നേ? മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വോത്രേ പറയൂ. യേശു ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അന്യഭാഷയെ പറയുള്ളൂ. വേറെ യേശു അല്ല സഭയിലാന്നേ അന്യഭാഷയെ പറയുള്ളൂ. സാന്നിധ്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എല്ലാം അന്യായ ഭാഷയാണ്. സാന്നിധ്യത്തിൽ അന്യഭാഷയാണ്. സാന്നിധ്യം പോയാൽ അന്യായ ഭാഷയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ യേശു ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭക്തരാ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അങ്ങനെ പോവുള്ളൂ. കർത്താവേ നിനക്ക് മഹത്വം, നിന്നെ കാണുവാനിടയായി, അങ്ങനെ പറയുള്ളൂ. യേശു ആണെന്ന് അറിയാത്തതുകൊണ്ട് ആ ഭാര്യയും ഭർത്താവിടെ അടി ഉണ്ടാക്കിക്കൊണ്ടാണ് പോന്നെ. പ്രൈസ് ഗോഡ്. ഇതൊരു നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിലും ഞാനിതിനെ വളരെ ലളിതമായ നിലയിൽ പറയുന്നുണ്ടെങ്കിലും ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത്. അവരറിയാതെ അവരോടൊപ്പം യേശു നടന്നു. അവരുടെ എല്ലാ കോൺവെർസേഷനും യേശു കേട്ടു. അമ്മാമ്മയെ കേൾക്കുന്നുണ്ടോ? നിന്റെ എല്ലാ കോൺവെർസേഷനും യേശു കേൾക്കുന്നുണ്ട്. അച്ഛാ കേൾക്കുന്നുണ്ടോ? വാട്സാപ്പിലൂടെ അടിക്കുന്നതും ഫോണിലൂടെ പറയുന്നതും നിന്റെ എല്ലാ കോൺവെർസേഷനും യേശു കേൾക്കുന്നുണ്ട്. നിന്റെ എല്ലാ സംസാരവും യേശു കേൾക്കുന്നുണ്ട്. ആ ഒരു ബോധ്യമെങ്കിലും വേണം. ഹല്ലേലൂയ. ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ നോക്കുന്നത്, എൻ്റെ എല്ലാ ആറ്റിറ്റ്യൂഡുകളും ഞാൻ അറിയാതെ എൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇവൻ ഇത് കാണുന്നുണ്ട്, എൻ്റെ കർത്താവ് ഇത് കാണുന്നുണ്ട് എന്ന ബോധ്യം അകത്തുള്ള വ്യക്തിയും ആ ബോധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയുമാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് പ്രഹസനമല്ല. ഭക്തി എന്ന് പറയുന്നത് അഭിനയമല്ല. ഭക്തി എന്നാന്നറിയാമോ? ഭക്തി എന്ന് പറയുന്നത് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഞാൻ ജീവിക്കുന്നതാണ് ഭക്തി. ഹല്ലേലൂയ. അവരുടെ കോൺവെർസേഷൻ മുഴുവൻ അവരറിയാതെ അവരൊപ്പം നിന്ന് യേശു കർത്താവ് കേട്ടു. അങ്ങനെ കേട്ടിട്ട് ഇവരുടെ കൂടെ നടന്ന് തിരുവെഴുത്തുകൾക്കകത്ത് നിന്ന് മോശ തുടങ്ങി സകല
സകല പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ എടുത്ത് അവരെ പഠിപ്പിച്ചു. ഇനി സഭ ഇതൊന്ന് ശ്രദ്ധിക്കണം. നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബത്തെ, തകർന്നു പോയ ഒരു കുടുംബത്തെ, നിരാശയിലേക്ക് പോയ ഒരു ഫാമിലിയെ, പിന്മാറ്റത്തിലേക്ക് പോയ ഒരു കുടുംബത്തെ വാഗ്ദത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ യേശു എന്താണ് ചെയ്തത്? ഒന്ന്, അവരുടെ കൂടെ കർത്താവ് സമയം ചെലവഴിച്ചു. അവരുടെ വിഷയത്തിൽ യേശു പ്രതികരിച്ചു. യേശു അവരുടെ കൂടെ ചേർന്ന് നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശു അവരോട് തിരുവെഴുത്തുകളെ പങ്കുവെച്ചു. എപ്പോഴും ഓർക്കുക, ഒരു വ്യക്തിയെ മടക്കിക്കൊണ്ടുവരുന്നത്, ക്രിസ്തുവിൽ നിലനിർത്തുന്നത്, വാഗ്ദത്വത്തിൽ നിലനിർത്തുന്നത്, വിശ്വാസത്തിൽ നിലനിർത്തുന്നത് നമ്മുടെ ബാഹ്യപ്രകടനമോ പാട്ടോ പ്രവചനമോ ശുശ്രൂഷകളോ ഒന്നുമല്ല. ഒരു വ്യക്തിയെ യഥാർത്ഥമായി നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, വാഗ്ദത്ത വചനമാണ്. അതുകൊണ്ട് നിലവാരമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നവരാകണം, ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കുന്നവരാകണം. ഹല്ലേലൂയ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയത്തെ കർത്താവ് എടുത്തുദ്ധരിച്ചു. അവരെ വിളിച്ചത്, കർത്താവ് അവരെ വിളിച്ചൊരു വാക്കുണ്ട് കേട്ടോ. അത് പറയാൻ, നമുക്ക് തന്നെ പറയാൻ, എനിക്ക് തന്നെ അത് പ്രസംഗിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. യേശു ഈ മുഖം മാടി നിരാശപ്പെട്ട് ഇനി ഞാൻ ഇതിനകത്തെങ്ങും ഇല്ലെന്നൊക്കെ പറഞ്ഞ് പോകുന്ന വ്യക്തികളെ വിളിച്ചത് PhD കാരാ, ഡോക്ടറേറ്റ് എടുത്തവനെ റവറൻഡ് ഡോക്ടർ എന്നൊന്നുമല്ല വിളിച്ചേ, മന്ദബുദ്ധി എന്നാണ് വിളിച്ചത്. അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് കർത്താവ് വിളിച്ചത്. നമ്മുടെ പാസ്റ്റർമാരോ ഉപദേശിമാരോ വല്ലോ അത് വിളിച്ചെങ്കിൽ പിന്നെ അന്ന് അവൻ സഭയിൽ നിന്ന് പോകും. കർത്താവ് മുഖത്ത് നോക്കി അങ്ങനെയാണ് വിളിച്ചത്. കാരണം നല്ല ബുദ്ധി എന്നാന്നറിയാവോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നെന്ന. ഹല്ലേലൂയ. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ഇനി 20 ഡോക്ടറേറ്റും 14 PhD ഉള്ളവനും ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ മൂഢനാണ്, അവൻ മന്ദബുദ്ധിയാണെന്നാ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. കൈകളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ യേശു കർത്താവ് അവരോട് മോശ തുടങ്ങി, അപ്പൊ പഴയ നിയമം എടുത്തിട്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റ് എടുത്തിട്ടാണ് യേശു ആര് എന്ന്, യേശുവിൻ്റെ ജീവിതം, മരണ പുനരുത്ഥാനം ഒക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കണം. പഴയ നിയമം ഒന്നും വായിക്കരുത്, പുതിയ നിയമമേ വായിക്കാവൂ എന്നൊക്കെ പറയുന്ന ഉപദേശങ്ങളിൽ നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്. പഴയ നിയമവും പുതിയ നിയമവും, ഈ 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ബൈബിളിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്നെടുത്തുയർത്തി പറയണം, ഈ ബൈബിളിൽ പൂർണ്ണമായി പുസ്തകം 66 പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന വചനം എനിക്കുള്ളതാണ്, ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. യേശു ആരെ എന്നുള്ളത് തെളിയിക്കുവാൻ, യേശുവിൻ്റെ ദൈവീകത്വം തെളിയിക്കുവാൻ, യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുമെന്നുള്ളത് വ്യക്തമാക്കുവാൻ മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളെ എടുത്തുദ്ധരിച്ച് അവരെ പഠിപ്പിച്ചു. ആ തിരുവെഴുത്ത് കേട്ടവരുടെ അസ്ഥികളിൽ തീ പിടിച്ചു. ആ തിരുവെഴുത്ത് കേട്ടവരുടെ അസ്ഥികളിൽ ദൈവശക്തി വ്യാപരിച്ചു. അപ്പം ആ തിരുവെഴുത്തിന് ശക്തിയില്ലാഞ്ഞാണോ? ആ തിരുവെഴുത്തിന് പവർ ഇല്ലാഞ്ഞാണോ? അപ്പോൾ ഈ ബൈബിളിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും പവർഫുൾ ആണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അവരോട് വചനം പങ്കുവച്ചു. സഹോദരങ്ങളെ, ഒരു ചെറിയ ഉപദേശം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ.
നമ്മൾ ഒരാളുടെ അടുക്കൽ ഒരാളെ ആശ്വസിപ്പിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ നമ്മൾ പോകുമ്പോഴേ, ഒരാളെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരാനോ എന്തിനോ ആകട്ടെ, ഒരു ദൈവിക ശുശ്രൂഷയ്ക്കാണോ നിങ്ങൾ പോകുന്നത്, നമ്മൾ വെറുതെ വാചകം അടിക്കാതെ ഇറ്റ് വാസ് 1942 എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ കഥയൊക്കെ പറയാതെ വചനം പറ. അവരടുക്കൽ പോയിരുന്നിട്ട് അവരോട് സുവിശേഷം പറ, ബൈബിളിലെ കാര്യം പറ. അതിനകത്തൊരു ഒരു 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 ശക്തിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ കഥയും നമ്മുടെ സാക്ഷ്യവും, ഞാൻ 1998 രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതൊന്നും പറഞ്ഞിട്ട് എന്നാ ചെയ്യാനാ? പറയുന്നത് നല്ല കാര്യമാണ്. അവരുടെ അടുക്കൽ പോയി ചെന്ന് ഇരുന്നിട്ട് അവരോട് വചനം പറ, യേശുവിനെ കുറിച്ച് പറ, സുവിശേഷം പറ. കാര്യം എന്നാന്ന് വെച്ചാൽ, യെശയ്യാ 55:11 പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ലെന്നാ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ ആ വീട്ടിൽ നിന്ന് പോയാലും ഞാൻ പറഞ്ഞ വചനം അവിടുന്ന് പോയില്ല. ഞാൻ ആ വ്യക്തിയുടെ അടുത്തുനിന്ന് പോയാലും ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞ വചനം ആ വ്യക്തിയെ വിടില്ല. ആ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്തിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അപ്പം നമ്മുടെ കുറേ വാക്കുകളെക്കായാലും നമ്മുടെ കുറേ വാചകമടികളെക്കായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ, അവൻ്റെ പിന്മാറ്റത്തിൽ നിന്ന് അവനെ മടക്കിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് വചനത്തിൽ ഉറപ്പിച്ച് വചനത്തിന് അധിഷ്ഠിതമായ ആ വ്യക്തിയെ റെസ്റ്റോർ ചെയ്തെടുക്കുവാൻ നിങ്ങൾക്കും എനിക്കും സാധ്യമാകണം. യേശു അത് തന്നെയാണ് ചെയ്തത്. വാഗ്ദത്തത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ, ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ, നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോയ, പ്രത്യാശയിൽ നിന്ന് നിരാശയിലേക്ക് പോയ ആ ഫാമിലിയെ റിസ്റ്റോർ ചെയ്യാൻ യേശു ചെയ്തത് തിരുവെഴുത്തുകളെ അവരോട് പ്രസ്താവിച്ചു. ഹല്ലേലൂയ. ആ തിരുവെഴുത്തുകൾ അവർക്ക് വെളിവാക്കി കൊടുത്തു. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ അറിയണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അസ്വസ്ഥ, ഒരു കാര്യം കേട്ടു, അയാൾ അങ്ങനെ പറഞ്ഞു, ആ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, മറ്റേ ഈ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് ഏത് പാസ്റ്റർ പറഞ്ഞതാണ് ശരി? ആ ഉപദേശി അങ്ങനെ പറഞ്ഞു, ഈ ഉപദേശി ഇങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് ഏത് ഉപദേശി പറഞ്ഞതാണ് ശരി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇനി മൂന്നാമതൊരു ഉപദേശിയെ തേടി നിങ്ങൾ പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുക, നിങ്ങളുടെ വചനം തുറക്കുക, ആ ഭാഗം എടുക്കുക, എടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ, ആ വ്യക്തി ഇങ്ങനെയാണിത് പറഞ്ഞത്, ഈ വ്യക്തി ഇങ്ങനെയാണിത് പറഞ്ഞത്. ഇനി മൂന്നാമതൊരു വ്യക്തിയോട് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഈ പുസ്തകം എഴുതപ്പെട്ടത് അങ്ങയിലൂടെയാണ്, പരിശുദ്ധാത്മാവെ അങ്ങയുടെ നിയോഗത്തിലൂടെയാണ്. അങ്ങയ്ക്ക് ഇത് അറിയാവുന്നതുപോലെ വേറെ ആർക്കും ഇത് അറിയത്തില്ല. അങ്ങെനിക്ക് വെളിപ്പെടുത്തി തരണം, അങ്ങെനിക്ക് ഇതെന്താന്ന് വെളിപ്പെടുത്തി തരണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചേ, നിങ്ങൾ കർത്താവിനോട് ചോദിച്ചേ. നിങ്ങളുടെ കൺഫ്യൂഷൻ അവിടെ മാറും, നിങ്ങളുടെ തെറ്റിദ്ധാരണ അവിടെ മാറും, നിങ്ങളുടെ ആകുലത അവിടെ മാറും. കർത്താവെ, എന്താണ് ഇതിനകത്തെ സത്യം, എന്താണ് ഇതിനകത്തെ യാഥാർത്ഥ്യം? ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കറിയത്തില്ല. ഇന്ന് ഈ ഓൺലൈൻ സർവീസ് തുടങ്ങിയപ്പോൾ നമ്മൾ പാടിയ വരിയാണ്, ഏതു ഗുണം എന്നറിയാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഹല്ലേലൂയ. നിൻ തിരുനാമം നിമിത്തം എന്നെ നടത്തണമേ. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു, നിന്റെ ഹിതം പോലെ നിത്യം നടത്തിയിടണമേ. വാത്സല്യ സഭയെ, ദൈവത്തിന്റെ ജനമേ, നിങ്ങൾക്ക് ഈ പുസ്തകത്തിനകത്ത് ഏതെങ്കിലും വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ, ആ പാസ്റ്റർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല, ഈ പാസ്റ്റർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആയില്ല, ആ ഉപദേശി പറഞ്ഞിട്ടും അത് ക്ലിയർ ആയില്ല, ഇനി അടുത്തൊരു ഉപദേശിയോട് ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ ഭാഗം എടുത്ത് ദൈവസന്നിധിയിലോട്ടിരിക്കണം, ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെടണം, ഇതെനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ, ഈ വിഷയത്തെ എനിക്കൊന്ന് വ്യക്തമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ അകത്ത് വളരെ ക്ലിയറായി, ക്രിസ്റ്റൽ ക്ലിയറായി നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും സംശയവും അതിൽ നിന്ന് മാറത്തക്ക നിലയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. യേശു കർത്താവ് തിരുവെഴുത്തുകളെ അവർക്ക് തെളിയിച്ചു കൊടുത്തു, പ്രൂവ് ചെയ്ത് കൊടുത്തു, അവരുടെ കൺഫ്യൂഷനെ മാറ്റി കൊടുത്തു.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് തിരുവെടുത്ത് പറയുന്നു 28-ാം വാക്യത്തിൽ, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരുടെ ഗ്രാമത്തോട് അവരടുത്തു. എവിടെയാണ്? എമ്മൗസിലെത്തി. 11 കിലോമീറ്റർ യേശു അവരുടെ കൂടെ നടന്നു, അവരോടൊപ്പം നടന്നു. ഇതാ ദൈവം മനുഷ്യനോട് കൂടെ, ഇതാ ദൈവം മനുഷ്യനോട് കൂടെ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവരുടെ കൂടെ നടന്ന് അവരുടെ വീടിനോട് അടുക്കാറായി. വീടിന്റെ ആ ഭാഗത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഇവരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇവർ തിരിഞ്ഞു. അങ്ങനല്ലേ? നിങ്ങൾ വാഹനം ഓടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് തിരിയുന്ന റോഡെത്തുമ്പോൾ അറിയാതെ ഇൻഡിക്കേറ്റർ വീഴും. വണ്ടിയുടെ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടും, റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടും. കാരണം നിങ്ങളുടെ വീട്ടിലോട്ട് തിരിയുന്ന ഭാഗം നിങ്ങൾക്കറിയാം. അവരുടെ വീട്ടിലോട്ടുള്ള ഭാഗത്ത് അവർ തിരിഞ്ഞു. തിരിഞ്ഞ സമയത്ത് യേശു കർത്താവ് മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. പോയതല്ല, മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അതിനകത്തൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്നാ അങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ പറയാം. 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ യേശുവിനോട് പറയുകയാണ്, ഞങ്ങളുടെ കൂടെ പാർക്കുക, ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരണം. പ്രത്യേകത, അവൻ പോയതല്ല, അവൻ പോകുകയല്ല കേട്ടോ. നിങ്ങളെ വിട്ടിട്ട് പോകുകയല്ല. ഹല്ലേലൂയ. നിങ്ങളെ കളഞ്ഞിട്ട് അവൻ പോകുകയല്ല. നിങ്ങളെ അവൻ റിസ്റ്റോർ ചെയ്തിരിക്കും, നിങ്ങളെ വാഗ്ദത്തത്തിലേക്ക് മടക്കി വരുത്തിയിരിക്കും. ഒരിക്കലും അവൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല, ഒരിക്കലും അവൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആരൊക്കെ മറന്നാലും യേശു നിങ്ങളെ മറക്കില്ല. പക്ഷെ യേശുവിന് ഒരു പ്രത്യേകതയുള്ളത്, വിളിക്കാത്ത വീട്ടിൽ അവൻ പോവില്ല. വിശ്വസിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കില്ല. തുറക്കാത്ത കതകിലൂടെ അവൻ കയറില്ല. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരാം. ചവിട്ടി തുറന്ന് ഞാൻ വരില്ല, തള്ളി തുറന്ന് ഞാൻ വരില്ല. വിളിക്കാത്ത കാനാവിലെ കല്യാണ വീട്ടിലേക്ക് ഞാൻ പോകില്ല. യേശുവിനെ ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചു. അതെ, വിശ്വസിക്കുന്നവർക്കായി അവൻ പ്രവർത്തിക്കുന്നു. ക്ഷണിക്കുന്നവരുടെ അടുക്കിലേക്ക് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. കണ്ടാലും ഞാൻ ഹൃദയവാതിൽക്കൽ മുട്ടുന്നു, നീ വാതിൽ തുറന്നാൽ, ഇന്ന് പകൽ നിന്റെ ജീവിതം യേശുവിനായി കൊടുത്താൽ അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. യേശു അവരുടെ കൂടെ 11 കിലോമീറ്റർ നടന്നെങ്കിലും, ഇത്രയും മണിക്കൂറുകൾ സംസാരിച്ചെങ്കിലും, അവരുടെ വീടിനോട് തിരിയുന്ന വഴി എത്തിയപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. എന്നാൽ ആ കുടുംബം യേശുവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇന്ന് ഈ ഓൺലൈൻ സർവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കാമോ അവനെ? ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാമോ? ആ കൈകളെ ഉയർത്തി പറയുമ്പോ, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വസിക്കണമേ, നീ എൻ്റെ കുടുംബത്തിൽ നാഥനായി വാഴണമേ. യേശുവിനെ അവർ ആ വീട്ടിലേക്ക് വിളിച്ചു. നേരം വൈകി അസ്തമിക്കാറായി. യേശുവിനെ അവർ നിർബന്ധിച്ച് വിളിച്ചു. കർത്താവ് ആ വീട്ടിൽ ചെന്നു. അതെ, വിളിച്ചാൽ അവൻ വരും, ക്ഷണിച്ചാൽ അവൻ എത്തും, വിശ്വസിച്ചാൽ അവൻ പ്രവർത്തിക്കും. അവൻ അവിടെ ചെന്നിരുന്നിട്ട് അപ്പം കയ്യിലെടുത്തു, നുറുക്കി അവർക്ക് കൊടുത്തു. യേശു കർത്താവ് കൊടുത്ത അപ്പം 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. യേശു കർത്താവ് വാഴ്ത്തി നുറുക്കി കൊടുത്ത അപ്പം അവർ വാങ്ങി ഭക്ഷിച്ചു. യേശു കർത്താവ് കൊടുത്ത അപ്പം വാങ്ങി ഭക്ഷിച്ച് കഴിഞ്ഞതും ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അപ്രത്യക്ഷനായി, യേശു അപ്രത്യക്ഷനായി. ഒന്നോർക്കുക, യേശുവിനെ ക്ഷണിച്ചു, യേശു ആ ഭവനത്തിൽ വന്നു. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. അവൻ നുറുക്കിക്കൊടുത്ത ബ്രെഡ്, അവൻ നുറുക്കിക്കൊടുത്ത അപ്പം അവർ സ്വീകരിച്ചു. ഇന്നും ഈ ഓൺലൈൻ സർവീസിലും ജീവന്റെ അപ്പം അവൻ നിങ്ങൾക്ക് നൽകുന്നു. ഇന്നും ജീവന്റെ അപ്പമാകുന്ന വചനം അവൻ നിങ്ങൾക്ക് നൽകുന്നു. ഇത് തിരസ്കരിക്കാതെ, ഇതിനെ പുച്ഛിച്ച് തള്ളിക്കളയാതെ, അവൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന, നുറുക്കിത്തരുന്ന ജീവന്റെ അപ്പമാകുന്ന വചനം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കും. നിങ്ങൾക്ക് അവനെ അറിയാൻ കഴിയും, നിങ്ങൾക്ക് അവനെ അനുഭവിക്കാൻ കഴിയും. പല വ്യക്തികൾക്കും എന്തുകൊണ്ട് യേശുവിനെ അറിയാൻ കഴിയുന്നില്ല?
പല വ്യക്തികൾക്കും എന്തുകൊണ്ട് യേശുവിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല? നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ, എന്തുകൊണ്ട് അവരിത് അംഗീകരിക്കുന്നില്ല? കാരണം അവരുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ഈ ജീവന്റെ അപ്പം അവർ വാങ്ങുന്നില്ല, അവർ സ്വീകരിക്കുന്നില്ല, അവർ തിരസ്കരിച്ചു കളയുകയാണ്. പക്ഷെ എന്ന് ഇത് വാങ്ങുന്നോ, ഇത് സ്വീകരിക്കുന്നോ, ഇത് വിശ്വസിക്കുന്നോ, നീ ഒരു അത്ഭുതമായി തീരും. നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി തീർക്കും. നിന്റെ അകത്തെ കണ്ണ് തുറക്കും. അവർ യേശുവിനെ അറിഞ്ഞു. ഇതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശം. വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവർ യേശുവിനെ അറിയുക. ഡെസ്റ്റിനിയിൽ, റൈറ്റ് ഡെസ്റ്റിനിയിൽ, നിന്റെ ലക്ഷ്യസ്ഥാനത്ത് നിനക്ക് എത്തണമോ? യേശുവിനെ അറിയുക. അവർ അവനെ അറിഞ്ഞു. ഇനി എന്താ സംഭവിച്ചത്? ഇന്നത്തെ ടോപ്പിക് വാഗ്ദത്തത്തിലേക്കുള്ള മടങ്ങി വരവ്. നമ്മൾ വായിച്ച വാക്യം, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവരെഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. 2 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കാവോ? ആ നാഴികയിൽ തന്നെ അവരെഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. 11 കിലോമീറ്റർ ജെറുസലേമിൽ നിന്ന് ഇവരുടെ വീട്ടിൽ വരാനുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്ന് ഇനി ജെറുസലേമിലേക്ക് പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ട്? 11 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഒരു ദിവസം, ഒറ്റ ദിവസം ഈ ഒരു കുടുംബം, ക്ലയോപ്പാവും തൻ്റെ ഭാര്യയും ഒറ്റ ദിവസം എത്ര കിലോമീറ്റർ നടന്നു? 22 കിലോമീറ്റർ നടന്നു ഒറ്റ ദിവസം. ഹല്ലേലൂയ! അതിനുള്ള പവർ, അതിനുള്ള എനർജി, അതിനുള്ള ശക്തി അവർക്ക് കിട്ടിയത് എവിടെ നിന്നറിയാവോ? അവൻ സംസാരിച്ച തിരുവെഴുത്തുകളിൽ നിന്ന്, അവന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളിൽ നിന്ന്. അതെ, ദൈവത്തിന്റെ ശബ്ദം നിന്നെ ശക്തീകരിക്കും. ദൈവത്തിന്റെ വചനം നിന്നെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ വചനം നിന്റെ ആത്മിക മന്ദതയെ മാറ്റും. ദൈവത്തിന്റെ വചനം നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ! മാനുഷിക കരങ്ങളല്ല, വ്യക്തികളല്ല, ദൈവശബ്ദം, ദൈവവചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കും, തളർന്നിരിക്കുന്നവനെ എഴുന്നേൽപ്പിക്കും. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ നാഴികയെ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിൽ. ഇതിനു വേണ്ടിയായിരുന്നു ഉയർത്തെഴുന്നേറ്റേന്റെ അന്ന് തന്നെ യേശു പ്രോഗ്രാം ഷെഡ്യൂൾസ് എല്ലാം ചേഞ്ച് ചെയ്ത് ഈ കുടുംബത്തിന്റെ കൂടെ നടന്നത്. അവരെ വാഗ്ദത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഇനി അതാണ് ഇന്നത്തെ മെസ്സേജിന്റെ കീ വേർഡ്. എന്താണ്? യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വാഗ്ദത്തം ചെയ്ത ഒരു വാഗ്ദത്ത വിഷയമുണ്ട്. എന്നാന്നറിയോ? പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. അവനെ അനുഗമിച്ചവരോട് അവൻ പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ജെറുസലേം വിട്ട് വാങ്ങിപ്പോകരുത്. നിങ്ങൾ ജെറുസലേമിൽ അതിനുവേണ്ടി കാത്തിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ വാഗ്ദത്തം കേട്ട വ്യക്തിത്വമാണ് ക്ലയോപ്പാവും ഭാര്യയും. യേശുവിനെ നന്നായിട്ട് അറിയാം. ഇവർ എമ്മോസി ചെന്നിരുന്നാൽ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റാൽ, ഇടിമുഴക്കത്താൽ പിളർന്ന് അഗ്നിനാവണ്ണം വെളിപ്പെടുമ്പോൾ ഇവരുടെ മേൽ പതിയില്ലെന്ന്. 120 പേരുടെ മേളിൽ ഈ ദൈവശക്തി വരാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അത് 118 ആകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. 120 എന്നുള്ളത് 120 ആകണമെങ്കിൽ ഇവര് 2 പേര് എമ്മോസിൽ ഇരുന്നാൽ ഒക്കില്ല. വാഗ്ദത്തം നിന്റെ മേൽ വരുവാൻ, ആ വാഗ്ദത്തത്തിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നിന്നോട് ദൈവം പറഞ്ഞ പ്രോമിസ്, പ്രിയ സഹോദര സഹോദരി, ദൈവസഭയെ, ദൈവജനമേ, നിങ്ങളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അവനെ നിറവേറ്റുവാൻ അവൻ എത്ര സമയവും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ആരെയൊക്കെ നിന്റെ അടുക്കലേക്ക് അയക്കാമോ അവരെയൊക്കെ അയക്കും. വാഗ്ദത്തം ഉള്ളവനെ തിരിച്ചു പിടിക്കാൻ ഒരുപക്ഷെ യൂട്യൂബിലൂടെയുള്ള മെസ്സേജിലൂടെ ആയിരിക്കും കർത്താവ് വരുന്നേ. വാഗ്ദത്തമുള്ളവനെ തിരിച്ചു പിടിക്കാൻ ഒരുപക്ഷെ ഒരു ട്രാക്ട്, ഒരു ചെറിയ ലഘുലേഖയായിരിക്കും കർത്താവ് അവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. വാഗ്ദത്തമുള്ളവനെ തിരിച്ചു പിടിക്കാൻ ഏത് നിലകൾ, ചിലപ്പോൾ തിമിംഗലത്തെ അയക്കും, പുഴുവിനെ അയക്കും, കഴുതയയക്കും, കാക്കയയക്കും, ഏത് റൂട്ടും ദൈവം എടുക്കും. പക്ഷെ അവനൊന്നു മാത്രമേ ഉള്ളൂ, എന്റെ ജനം വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വരണം. വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ നിന്റെ പിന്മാറ്റത്തെ ആദ്യം ചികിത്സിച്ച് സൗഖ്യമാക്കണം.
നീ കാട്ടുമുന്തിരിയായിരുന്നാൽ പറ്റില്ല, നിന്നെ വിശിഷ്ടമായ മുന്തിരിവള്ളിയായിട്ടാണ് ദൈവം നട്ടിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞ പ്രോമിസ്, ഉയരത്തിലെ ശക്തി വെളിപ്പെടുന്നത് ജെറുസലേമിലാണ്. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആ 120 പേരുടെ കൂട്ടത്തിൽ ഇതാ ക്ലയോപ്പാവിന്റെയും തന്റെ ഭാര്യയായ മറിയത്തിന്റെയും ശിരസിൽ അഗ്നി കത്തി നിൽക്കുന്നു. നിരാശപ്പെട്ട് തകർന്ന് തരിപ്പണമായി വാടിയ മുഖത്തോടെ യാത്ര ചെയ്ത് എമ്മൗസിന്റെ ഏതെങ്കിലും കോണിൽ ഒതുങ്ങിപ്പോകേണ്ട വ്യക്തികളുടെ ശിരസിൽ ഇതാ അഭിഷേകത്തിന്റെ അഗ്നി കത്തി നിൽക്കുന്നു. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? അവരുടെ കൂടെ നടന്ന് അവരെ തിരിച്ചു പിടിച്ച കർത്താവ്, അവരെ വാഗ്ദത്തത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന കർത്താവ്, അവരുടെ പ്രോമിസിലേക്ക് അവരെ തിരികെ എത്തിച്ച കർത്താവ് ഇന്ന് ഈ സർവീസ് കാണുന്ന നിങ്ങളെയും സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. മറക്കില്ല പ്രിയപ്പെട്ടവരെ, അവന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറക്കില്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവന്റെ നാമത്തോട് കാണിച്ച മര്യാദകൾ. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളമേലും കൊടുത്താൽ അവൻ മറക്കില്ല പ്രിയപ്പെട്ടവരെ. യാക്കോബിന്റെ പുത്രന്മാരെ, ഞാൻ മറക്കാത്തത് കൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ദൈവദാസനെ, യേശു എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നത് കൊണ്ടും അവൻ്റെ കൈ എൻ്റെ കൈയെ പിടിച്ചിരിക്കുന്നത് കൊണ്ടും പലപ്പോഴും ഞാൻ പിന്മാറ്റത്തിലേക്കും അവിശ്വാസത്തിലേക്കും ഒക്കെ പോയപ്പോൾ അവൻ്റെ ആത്മാവും അവൻ്റെ വചനവും നിങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരിലൂടെ എനിക്ക് തന്ന് എന്നെ ചികിത്സിച്ച് സൗഖ്യമാക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്നും ഞാൻ നിലനിൽക്കുന്നത് എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അവരുടെ കൈകൾ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പ്രാർത്ഥിക്കാമോ? അപ്പാ, എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, എന്നെ തന്നെ ഇന്ന് പകലിൽ ഏൽപ്പിച്ചു തരികയാണ്. ഇന്ന് ഈ ഓൺലൈനിലൂടെ, ജീസസ് ഈസ് അലൈവിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ, എൽ ഷദായ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഒക്കെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റട്ടെ. മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റട്ടെ. വാഗ്ദത്തം നിങ്ങളിലുണ്ടോ കുഞ്ഞെ, ബ്രദറെ, സിസ്റ്ററെ, എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ അനുജൻ, എൻ്റെ പ്രിയ ജ്യേഷ്ഠന്മാരെ, വാഗ്ദത്തം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ, എവിടെങ്കിലും പിന്മാറ്റത്തിൽ പോയെങ്കിൽ, വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ദൈവത്തിൽ നിന്ന് എവിടെങ്കിലും അകന്നു പോയെങ്കിൽ ഒരു തീരുമാനം നിന്നെടുത്തേ. കർത്താവേ, ഞാൻ തകർന്നു പോകാനുള്ള വ്യക്തിയല്ല, ഞാൻ പരാജയപ്പെടാനുള്ള വ്യക്തിയല്ല, ഞാൻ വീണു പോകാനുള്ള വ്യക്തിയല്ല, ഞാൻ ആ വാഗ്ദത്തത്തിൽ എത്താനുള്ള വ്യക്തിയാണ്. എന്നെ റിസ്റ്റോർ ചെയ്യണേ, എൻ്റെ ലൈഫിനെ പുനഃസ്ഥാപിക്കണേ, എന്നെ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവിനോടൊന്ന് അപേക്ഷിച്ചേ. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അവിടുത്തെ ബലമുള്ള കരത്തിലേക്ക് തരുന്നു. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവർ ജീവിക്കട്ടെ, അങ്ങയുടെ സാന്നിധ്യം അവർ കൂടിയിരിക്കട്ടെ. അവരെവിടെങ്കിലും ഏതെങ്കിലും ഏരിയയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അത് ക്ലിയർ ചെയ്യണമേ. അവരേതെങ്കിലും വിഷയത്തിൽ സംശയിച്ചും മനസ്സു തകർന്നു ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ആ മേഖലയെ സ്പർശിക്കണമേ. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഈ സർവീസ് കാണുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇനിയും കണ്ണ് തുറന്ന് കാഴ്ചക്കാരായിട്ടിരിക്കാതെ ഒന്ന് പ്രാർത്ഥിക്കണം. യേശുവേ, ആ വാഗ്ദത്തത്തിലേക്കുള്ള മടങ്ങി വരവിനെ കുറിച്ച് ഞാൻ കേട്ടല്ലോ. ക്ലയോപ്പാവിനെയും ഭാര്യയെയും മടക്കിക്കൊണ്ട് ജെറുസലേമിൽ എത്തിച്ച കർത്താവേ, ഒരറ്റത്തുനിന്ന് മറു അറ്റത്തെത്തിച്ച കർത്താവേ, ഞാൻ നടന്നു നീങ്ങിയ വഴിത്താരകളിലെങ്ങും എൻ്റെ വാഗ്ദത്തം ഇരിപ്പില്ല കർത്താവേ. ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട് തെറ്റാ കർത്താവേ, എന്നെ മടക്കിക്കൊണ്ടുവരണമേ. നീ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനിയിൽ, നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, നിന്റെ ഹിതപ്രകാരം, നിന്റെ പദ്ധതിയിൽ എന്നെ എത്തിക്കണമേ. ഇന്നിത് കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള സ്നേഹം അവരിൽ വർദ്ധിക്കട്ടെ. ലഭ്യമാകാതെ പോയ ഏതെങ്കിലും വിഷയത്തിൽ അവരുടെ മുഖം വാടല്ല കർത്താവേ, അവർ നിരാശപ്പെടില്ല കർത്താവേ.
കാരണം അവരെ ബലപ്പെടുത്തുന്ന, അവരെ ശക്തീകരിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും അവരുടെ മേൽ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവരിലൊക്കെ പ്രോമിസുകളുണ്ട്. ഇവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഇവരുടെ കുടുംബത്തെക്കുറിച്ച്, ഇവരുടെ സഭയെക്കുറിച്ച്, ഇവരുടെ ലൈഫിനെ കുറിച്ച് ഒരുപാട് പ്രോമിസുകൾ ഇവരുടെ മേൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ വാഗ്ദത്വത്തിലേക്ക്, അവരുടെ ഡെസ്റ്റിനിയിലേക്ക് അവർക്ക് തനിച്ചെത്താൻ കഴിയുന്നില്ല. യേശുവേ, അവരെ സഹായിക്കണമേ. അവരുടെ കൂടെ ചേർന്ന് നടന്നുകൊണ്ട് അവരെ ശക്തീകരിക്കണമേ. ദൈവത്തിന്റെ ആത്മാവരുടെ ഭവനങ്ങൾക്കായിട്ട് ഇറങ്ങണമേ. ഇവരുടെ ആത്മീക ഭൗതിക വിഷയങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണമേ. ഹല്ലേലൂയ. നിന്റെ സ്നേഹം അവരിൽ നിറയട്ടെ കർത്താവേ. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗത്തെ മാറ്റിത്തരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, അവരുടെ വിശ്വാസത്യാഗങ്ങൾ മാറിപ്പോകട്ടെ. വിശ്വാസത്തിൽ അവർ വർദ്ധിച്ചു വരട്ടെ. ദൈവകൃപയിൽ അവർ വർദ്ധിച്ചു വരട്ടെ. യേശുവിനോടുള്ള സ്നേഹത്തിൽ അവർ വർദ്ധിച്ചു വരട്ടെ. ഈ ലോകത്തിലെ ഏതൊക്കെ ശക്തികൾ അവരുടെ വാഗ്ദത്തത്തെ തടയാൻ ശ്രമിച്ചാലും ആ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന കർത്താവ്, വാഗ്ദത്തത്തിലേക്ക് മടക്കി വരുത്തുന്ന കർത്താവ്, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വിശ്വസ്തത ഇവരുടെ മേൽ, ഇവരുടെ കുടുംബത്തിന്റെ മേൽ, ഇവരുടെ തലമുറയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.